ഇന്നത്തെ ക്ലാസ്സുകൾ എടുക്കുന്ന ദേവദാസിനെ ഞാൻ ഒരു വാക്കിൽ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ അവസരം കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ദൈവവചന ശുശ്രൂഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇതിനു മുമ്പ് പരിചയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ആളല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ടീൻസ് ക്ലാസ്സുകൾ എനിക്കൊന്ന് കഴിഞ്ഞ 2 വർഷവും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലക്നോയിലാണ് താമസിക്കുന്നത്. പ്രിയ ഡേവിസ് എബ്രഹാം വിഗ്യോ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൺസൾട്ടിംഗ് സ്ഥാപനത്തിലെ പ്രധാന ചുമതലകൾ താൻ വഹിക്കുന്നതോടൊപ്പം സുവിശേഷ വേലയിലെ കർത്താവിന്റെ വയലിലായിരിക്കുവാൻ, കുടുംബമായി ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രിയ ദേവദാസിനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ശ്രദ്ധാപൂർവം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തുടർന്നുള്ള അവസരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പ്രിയ ഡേവിസ് എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ഓർ ടു ഡേവിസ് എബ്രഹാം. താങ്ക് യു. എല്ലാവർക്കും വന്ദനം. ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ചിലർക്ക് അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ടായിരിക്കും, അയ്യോ ഇത് 1 മണിക്കൂർ ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ബട്ട് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അല്ല. വി വിൽ ലുക്ക് അറ്റ് സം വെരി പ്രാക്ടിക്കൽ തിങ്സ്. വളരെ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് മാത്രമല്ല, തുടർന്നുള്ള നിങ്ങളുടെ എത്ര നാൾ നിങ്ങൾ അക്കാഡമിക് ലൈഫ് നിങ്ങൾക്കുണ്ടോ അത്രയും നാളും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇന്നിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ നോട്ട് ബുക്ക് ആൻഡ് പെൻ, പ്ലീസ് കീപ്പ് ഇറ്റ് വിത്ത് യു. കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അതുകൊണ്ട് നോട്ട് ബുക്കോ പെന്നോ എന്തെങ്കിലും എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ അത് ഈ സമയം ഉപയോഗിക്കാം. ജസ്റ്റ് ക്വിക്ക്ലി യു ക്യാൻ ഗോ ആൻഡ് എടുത്ത് നിങ്ങൾ അത് റെഡി ആയിട്ടിരിക്കുക. വി വിൽ നീഡ് ദാറ്റ്. ഓക്കെ, സോ ചാറ്റ് ബോക്സിൽ ഉപയോഗിച്ച് ക്യാൻ യു ജസ്റ്റ് ടെൽ മീ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ളത്, വിച്ച് ക്ലാസ് ആർ യു ഇൻ, അതൊന്ന് ടൈപ്പ് ചെയ്യാവോ ഇൻ ദ ചാറ്റ്. ജസ്റ്റ് വിച്ച് ക്ലാസ് ആർ യു ഇൻ. Okay, so you can just put that in the chat. 10, 8, 8. Okay, lot of 8 standard. 10, 12th, 9th ഉണ്ട് കുറേ പേര്. Okay, 12th, 10th, lot of 10th and 8th. Okay, so ഒരു ഈക്വൽ 12th കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് 12th കാണുന്നുണ്ട്. 9th കുറേ ഉണ്ട്. Okay, nice. Okay, so 9th and 12th, കുറച്ച് പേര് 6th, 7th എന്നൊക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി ഐ തിങ്ക് ഇറ്റ്സ് 8th and 9th ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്. പിന്നെ കുറച്ച് പേര് 10th and 12th ആൾക്കാരുണ്ട്. 6th and 7th ഓക്കെ, വണ്ടർഫുൾ. താങ്ക് യു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ആസ് ഐ സെഡ്, ഈ വരുന്ന പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങൾ as long as you are students, you can use this. Okay, so we will start up. So I want to ask you a question. നിങ്ങൾക്ക് ഇതും ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് പറയാം. why should we study well? ഈ നന്നായിട്ട് പഠിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം പരീക്ഷ നന്നായിട്ട് എഴുതണം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ why are we even talking about it? എന്തുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? why should we study well? Okay, to be civilized. Okay, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള സ്കിൽസ് വേണം. Okay, for a better future. Okay, fine. More answers ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ you can just type the answer. I'd like to hear more answers. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നെങ്കിൽ you can send it to me. So knowledge for a future, to know things for a good future. Okay, to know things. Okay, Ariyan. Okay, what else? Why do we study well? To be independent. Okay, more knowledge for future. Okay. All right, so I'll just change that question a little bit. Why should a Christian student study well? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഫോർ എ ഗുഡ് നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് അത് ആർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്, കോമ്പീറ്റൻസ്, സെൽഫ് എസ്റ്റീം, ഡു നോട്ട് ഫിയർ, ഫോർ എ ഗുഡ് ഫ്യൂച്ചർ, ടു ബി ഇൻഡിപെൻഡൻറ്റ്, ടു നോ തിങ്സ്, നോളജ്, ഗുഡ് ഫ്യൂച്ചർ, ബെറ്റർ ഫ്യൂച്ചർ, ടു ബി സിവിലൈസ്ഡ്. ഇതെല്ലാം ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ എനി സ്റ്റുഡൻറ്റ്. അത് ഏത് സ്റ്റുഡൻറ്റിനും ആ ബാധകമായിട്ടുള്ള ആൻസേഴ്സ് ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ? വൈ ഷുഡ് എ ക്രിസ്ത്യൻ സ്റ്റുഡൻറ്റ് സ്റ്റഡി വെൽ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം തന്നെ ശരിയാണ്. തെറ്റായിട്ടുള്ള ഒരു ആൻസറും വന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ കറക്റ്റ് ആൻസേഴ്സ്. ബട്ട് ഇസ് ദർ എനിത്തിങ് യു വുഡ് ആഡ് ഹിയർ?
ഈ ഒരു ആസ്പെക്റ്റിൽ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, ഓക്കെ, ക്രിസ്തുവിൽ വളരാൻ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ വളരുമോ എന്നുള്ളത് ഒരു നല്ല ചോദ്യമാണ്. ബട്ട് യെസ്, ഐ ടേക്ക് ദാറ്റ് ആൻസർ. Okay, to glorify God, to glorify, we need to be educated to communicate the word of God to anyone. അതൊരു നല്ലൊരു ആൻസർ ആണ്. It's good to know things, yeah, to lead a good life, okay, to impact the society for God, okay. We are showing interest in all God has done. That's a very good answer. ജഹീൽ പറഞ്ഞത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നത് ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആ അപ്രോച്ചിൽ പഠിക്കുന്നത് നല്ലൊരു ദാറ്റ്സ് എ ഗുഡ് അപ്രോച്ച്. വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ് ആൻസർ. ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ് ടു വർക്ക് ഫോർ ദ ഗോസ്പൽ, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുവാൻ, ടു എക്വിപ്പ് യുവർ സെൽഫ്, അതിന് സോ ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് ദാറ്റ്. To get away from worldly things, okay, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. Yeah, but anyway, good answers. I like your thinking. Let's just as we think about it, പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ സമയമില്ലത് വായിക്കാൻ, ബട്ട് ദെൻ കൊരിന്ത്യ ലേഖനത്തിൽ 10 അധ്യായത്തിൽ പറയുന്നുണ്ട്. സോ വെദർ വി ഈറ്റ് ഓർ ഡ്രിങ്ക്, നമ്മൾ തിന്നാലും കുടിച്ചാലും, 1 കൊരിന്ത്യർ 10:31, or you do anything, whether you eat or drink or whatever you do, whatever, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, ആ എന്ത് ചെയ്താലിനകത്തും വരുന്നതാണ് ട്രിഗ്നോമെട്രി, ആ എന്ത് ചെയ്താലും വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി, ആ എന്ത് ചെയ്താലും ഇതിനകത്ത് വരുന്നതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അത് എന്ത് ചെയ്താലും മാത്സ് ഹോംവർക്ക്, എന്ത് ചെയ്താലിനകത്താണ് നമ്മുടെ പഠനം ഫുള്ള് വരുന്നത്. സോ ആസ് എ ക്രിസ്ത്യൻ നമ്മുടെ ജീവിതം മുഴുവൻ കംപ്ലീറ്റ്ലി is for is with the objective of glorifying God. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ വിളിച്ച, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ തിരഞ്ഞെടുത്ത ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവൻ മുഴുവനായി ഉപയോഗിക്കുവാനാണ് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്. എവറിത്തിങ് വി ഹാവ്. അപ്പം നിങ്ങളുടെ ചോദിക്കും, നിങ്ങൾ ഏകദേശം ഒരു 23 വയസ്സ് വരെ, 4 വയസ്സ് വരെ, അല്ലെങ്കിൽ പ്രീ സ്കൂൾ 3 വയസ്സ് വരെ, 3 തൊട്ട് 23 വയസ്സ് വരെ, അതായത് ഒരു 20 വർഷത്തോളം നിങ്ങൾ ആകെ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, പഠനമാണ്. അത് കിൻഡർ ഗാർഡൻ തൊട്ട് +1 +2 വരെ ഏകദേശം 14 വർഷം, പിന്നെയും കോളേജ്, മാസ്റ്റേഴ്സ് എടുത്താൽ, PhD എടുത്താൽ ഓൾമോസ്റ്റ് 20 to 23 years, 20 years പ്ലസ് നമ്മൾ പഠിക്കുകയാണ്. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ, ആൻഡ് എക്സാംസ് ആർ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആ ഒരു വാക്യം അനുസരിച്ച് 1 കൊരിന്ത്യർ 10:31 തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, എവ്രിതിങ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വി ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ്. ആ ഒരു ആസ്പെക്റ്റോട് വേണം ഇതിനെ കാണാൻ. സോ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇന്ന് സംസാരിക്കുന്നത്. എങ്കിലും ആസ് എ ക്രിസ്ത്യൻ കീപ് തിങ്കിങ്, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, as somebody who believes in Jesus, നമ്മളുടെ approach is very, very different from a worldly approach. അതുകൊണ്ട് better life, to get a job, to earn more money, to be settled in life, I mean അത് ആർക്കും പറയാവുന്ന ആൻസേഴ്സ്. ബട്ട് ആസ് എ ക്രിസ്ത്യൻ യു നീഡ് ടു തിങ്ക്, ഞാൻ പഠിക്കുന്നത് പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതല്ല. എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ പറ്റത്തില്ല, ദാറ്റ്സ് പ്രാക്ടിക്കൽ. ബട്ട് നമ്മൾ പഠനത്തോട് നമ്മുടെ അപ്രോച്ച്, നമ്മളുടെ ആത്മാർത്ഥത, നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അതെല്ലാം തന്നെ ഇതുമായിട്ട് കണക്റ്റ് ആവും. സോ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക് യു ദാറ്റ് ബിഫോർ വി സ്റ്റാർട്ട്. സോ ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് 4 മേജർ കോമ്പണൻറ്റ്സ് ഓഫ് സ്റ്റഡിയിങ് വെൽ. നല്ലൊരു സ്റ്റുഡൻ്റ് ആകാൻ 4 മേജർ കോമ്പണൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്. സോ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. Understand. So that's so important. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിലോട്ട് പോകും, വിച്ച് ഇസ് റിമെമ്പർ, ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനുള്ള ആ സ്റ്റെപ്പിലോട്ട് പോകും. അപ്പം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഉടനെ നമ്മൾ 4 പ്രാവശ്യം പറഞ്ഞത് എങ്ങനെയെങ്കിലും അത് ഓർക്കാനാണ് ശ്രമിക്കുന്നത്. ബട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അണ്ടർസ്റ്റാൻഡ്. അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാകുന്നത് വരെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, മനസ്സിലാകാൻ വേണ്ടിയുള്ള മറ്റ് റിസോഴ്സസ് എടുക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുക, അത് വേറൊരു അപ്രോച്ചിൽ കാണുക. സോ ദാറ്റ്സ് എ ബിഗ് ടോപ്പിക്, അവിടെ നമ്മൾ പോകുന്നില്ല ഇന്ന്. ബട്ട് ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ 1. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ലുക്കിംഗ് ഹൗ ടു മേക്ക് ഇറ്റ് ഇൻ ടു ലോങ് ടേം മെമ്മറി. നമുക്ക് 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്, ഓർമ്മയുണ്ട്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. സോ നമ്മൾ ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലോട്ടാണ് പോകുന്നത്.
പക്ഷെ ഞാനിതൊരു ഈ സെഷൻസ് ഞാനൊരു ഒരു ഒരു 15-20 പ്രാവശ്യം ഈ സെഷൻസ് ഞാൻ പല സ്ഥലത്ത് എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് ലോങ് ടേം മെമ്മറിയിൽ എനിക്കിതിൻ്റെ കാണാതെ അറിയാം. ഇതിപ്പോൾ എൻ്റെ ലോങ് ടേം ഫുൾ മെമ്മറിയിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഷോർട്ട് ടേമിലാണ്. സോ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അല്ലെങ്കിൽ നമ്മൾ മറന്നു. ഈ പരീക്ഷയുടെ തലേന്നിരുന്ന് കാണാതെ പഠിക്കുന്നതൊക്കെ പരീക്ഷയുടെ 2 ദിവസം കഴിഞ്ഞാൽ ഓർക്കത്തില്ല. കാരണം അത് ഷോർട്ട് ടേം മെമ്മറിയിലേ ഇരുന്നുള്ളൂ. അപ്പോൾ അടുത്ത പരീക്ഷ വരുമ്പോഴും വലിയ പരീക്ഷ വരുമ്പോൾ ഇത് പിന്നെയും ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് എ മേജർ ഫ്ലോ നമ്മുടെ അപ്രോച്ചിലെ ഒരു പ്രശ്നമാണത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട്, റിമെമ്പർ. തേർഡ് പാർട്ട് ഈസ് ഫോക്കസ്. ഫോക്കസ് ഈസ് നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സമയം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് എ ഹ്യൂജ് കോമ്പണൻറ്റ്. പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കാം, മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, ഗ്രാസ്പിംഗ് പവർ ഉണ്ട്, ഓർക്കാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ ആ സമയം യൂസ് ചെയ്യുന്നത് അത് അടുക്കും ചിട്ടയും ഇല്ലെങ്കിൽ, ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ആസ് എ സ്റ്റുഡൻറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. ആൻഡ് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം അതാണ് സംഭവിച്ചത്. നല്ല പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾ പോലും ബിക്കോസ് ഓഫ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിലും അവർക്ക് ഓൺലൈൻ നിങ്ങൾക്ക് എല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ ഫോക്കസ് എന്നുള്ള ഒരു കാര്യത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ, ഒരാൾ പറയുന്ന കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഒത്തിരി കുറഞ്ഞു. And that is a major area to work on. And the final aspect is E for Excel. And these are really exam related കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ ആകെ ചെയ്യാൻ പോകുന്ന ഈ 4th കാര്യം മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം ഇറ്റ് ടേക്സ് മോർ ടൈം. ഇതുപോലെ ഒരു 3 സെഷൻസ് ചെയ്താലേ അത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ വോണ്ട് talk at all about it. But what we will look at is this 4th aspect, Excel in exams. വേറെ ഏതെങ്കിലും സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി 3 കാര്യങ്ങൾ നമുക്ക് we can look into it. But it's we'll just focus on this 4th aspect, exams. Excel in exams. പരീക്ഷ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ബട്ട് ആസ് എ സ്റ്റുഡൻറ്റ് ഇതെല്ലാം കൂടെ വന്നാലേ ശരിയാകത്തുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇത് രണ്ടും ചെയ്യാൻ വേണ്ടി സമയം നല്ല ഒരു രീതിയിൽ അതുമായി ടൈം നല്ലപോലെ മാനേജ് ചെയ്യാനും ഡിസിപ്ലിൻഡ് ആകാനും പഠിക്കണം, ഫോക്കസ്. ആൻഡ് ദെൻ ഈ പഠിച്ച കാര്യങ്ങളും ഓർത്ത കാര്യങ്ങളും ഫോക്കസ് ചെയ്ത കാര്യങ്ങളും പരീക്ഷയിൽ അത് എഴുതി പിടിപ്പിക്കാൻ അറിയണം. അതാണ് എക്സൽ. സോ ഒത്തിരി എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾക്ക് പറ്റുന്ന കാര്യമാണ്. അതായത് ഒരു വർഷം ഡ്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ചിട്ട് ആ എക്സാം ഡേ ബിക്കോസ് ഓഫ് ദാറ്റ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഇത്രയും ഓർത്തിരിക്കുന്ന കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാവുന്നു. ആൻഡ് ദാറ്റ് ബിക്കംസ് എൻ ഇഷ്യൂ. സോ ഓൾ ദീസ് 4 ആസ്പെക്ട്സ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ഫോക്കസ് ആൻഡ് എക്സൽ, ഇത് 4ഉം ഒരേപോലെ നമ്മൾ കൊണ്ടുപോയാലേ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. an എക്സാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വാക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് പാസ്റ്റർ ജോസഫ് പറഞ്ഞ പോലെ ഫിയർ ഇസ് ദർ. ദിസ് ഇസ് എ ബിഗ് ഫിയർ. പരീക്ഷ എന്നുള്ളത് അത് പേടിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അത് ചെറുപ്പം മുതലേ നമുക്ക് എപ്പോഴാണ് ഇത് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര ഇല്ലായിരിക്കും. ബട്ട് മേ ബി എനിക്ക് 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ ആ ഒരു കാര്യം നമ്മളുടെ ഇറ്റ് ജസ്റ്റ് ബിക്കംസ് പാർട്ട് ഓഫ് എ സിസ്റ്റം. സോ ഇൻ ദ ചാറ്റ് ക്യാൻ യു റൈറ്റ് ഇൻ ദ ചാറ്റ് നിങ്ങൾക്ക് ഏറ്റവും പേടി തോന്നുന്നത് ഏത് എക്സാമിൻ്റെ തലേദിവസമാണ്? ഏറ്റവും പേടി തോന്നുന്നത് ഏത് എക്സാമിൻ്റെ തലേദിവസമാണ്? പ്രായമുള്ളവർക്കും എഴുതാം, നിങ്ങളുടെ ചെറുപ്പകാലം കുട്ടിക്കാലമൊക്കെ ഓർത്ത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഫിസിക്സ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, അയ്യോ പാവ ഒരു സബ്ജക്റ്റ് ഇല്ലേ, അതിനൊക്കെ എന്ത് കുഴപ്പം. ഹിന്ദി, ഓക്കെ, ചിലർക്ക് ഹിന്ദി പ്രശ്നമാണ്. മാത്സ്, അയ്യോ മാത്സിനെ ഇവിടെ അങ്ങ് എല്ലാവരും വെറുക്കുവാണല്ലോ. മാത്സിനെതിരെ എന്തെല്ലാം പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. മാത്സ്, ഫിസിക്സ്, മാത്സ്, അയ്യോ മാത്സിൻ്റെ ഒരു ലോങ് ലൈനാണ് ഇവിടെ. വേറൊരാൾക്ക് സോഷ്യൽ പ്രശ്നമാണ്. ഓക്കെ, പക്ഷേങ്കിൽ മെജോറിറ്റി ഐ തിങ്ക് 90% ആൻസേഴ്സും മാത്സ് ആണ്. പിന്നെ കുറച്ച് ഹിന്ദി ഉണ്ട്, കുറച്ച് കെമിസ്ട്രി ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോ ഡൗട്ട് ഇറ്റ് ഈസ് MATHS, മാത്സ്. ഓ മൈ ഗുഡ്നെസ്, ദിസ് ഈസ് ഓൾ മാത്സ്. ഹിന്ദി പ്രശ്നമാണ്, മാത്സും പ്രശ്നം. ദീസ് ആർ ലൈക്ക് ബാക്കി കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. But it's usually maths. Oh my goodness. This is okay. Surprise അല്ല, ഇത് നമ്മളുടെ പരമ്പരാഗതമായുള്ളൊരു പ്രശ്നമാണ്. വർഷങ്ങളായിട്ടുള്ള തലമുറയായിട്ടുള്ളൊരു പ്രശ്നമാണ് മാത്സിനോടുള്ളൊരു പേടി. ബട്ട് വിൽ ടോക്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഫിയർ എന്നുള്ളൊരു ആസ്പെക്ട് നമ്മളൊന്ന് സംസാരിച്ചിട്ട് we will get into some very practical tips. Okay, so
ഫിയർ ഈസ് ഗുഡ്. ഒരു കണക്കിന് പരീക്ഷ സ്ട്രെസ്സും ഫിയറും ഒക്കെ നല്ലതാണ് ഒരു കണക്കിന്. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നുന്ന കാര്യങ്ങളുടെ അന്നേ ഉള്ളൂ നമുക്ക് ഈ സ്ട്രെസ്. യുനോ പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളി കാണാൻ പോകണം. ഏനോ അല്ലെങ്കിൽ IPL ഒരു കളി ഇപ്പോൾ കൊച്ചിയിൽ വരും അത് വെച്ച് വടേവർ ഒരു 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 ഗെയിം, ഒരു ഫുട്ബോൾ, ഒരു ക്രിക്കറ്റ് ഗെയിം, അത് ഓഫ് കോഴ്സ് നമുക്കൊരു ആ ടീമുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. യു ഡോണ്ട് ഫീൽ സ്ട്രെസ്, യു ഫീൽ എക്സൈറ്റഡ്. ആദ്യമായിട്ട് പ്ലെയിനെ കയറാൻ ഒരു അവസരം, യു ഫീൽ എക്സൈറ്റഡ്. ബട്ട് ദെൻ പരീക്ഷയായിട്ട് വരുമ്പോഴത്തേക്ക് that excitement it becomes, it's more into a stress and anxiety. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളുടെ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴേ നമുക്ക് സ്ട്രെസ് ഉണ്ട്. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് സ്ട്രെസ് ഇസ് ഗുഡ്. ഞാൻ എക്സാമ്പിൾ ഓഫ് ദ എയർപ്ലെയിൻ ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, എന്നാൽ ചെറിയൊരു പേടിയുണ്ട്, വിച്ച് ഇസ് ഗുഡ്, വിച്ച് ഇസ് ഫൈൻ. കാരണം ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അതൊരു സ്ട്രെസ്സിൻ്റെ ഒരു ടെൻഷനും ഇല്ല, ഒരു കൂസലും ഇല്ലാതെ നമ്മൾ പരീക്ഷയിൽ എഴുതുവാണെങ്കിൽ ചിലപ്പം മേ ബി വി ഡോണ്ട് ഈവൻ കൺസിഡർ ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, മേ ബി ദാറ്റ്സ് ദ റീസൺ. പക്ഷേ ഇതേ സ്ട്രെസ്സ്, ഇതേ എക്സാം സ്ട്രെസ്സ് അത് കൈവിട്ട് പോകുമ്പോഴാണ് പ്രശ്നം. അത് പരിധി വിട്ട് പോകുമ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ടു അഫക്ട്സ് തിങ്സ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും, ആൻഡ് എസ്പെഷ്യലി വർക്കിംഗ് മെമ്മറിയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഹൈ സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും. സോ ഈ ബോഡിയിൽ, നമ്മുടെ ബോഡി ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. സോ വെൻ ദർ ഇസ് സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് തോന്നിപ്പിക്കുന്ന ആ ഒരു ഘടകം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പട്ടി നമ്മളെ റോഡിലിട്ട് ഓടിക്കുവാണ്, പെട്ടെന്ന് നമുക്ക് ആ സ്ട്രെസ്സ് വരും. അപ്പോഴത്തേക്ക് ബോഡി റെസ്പോണ്ട് ചെയ്യും, ഒന്നീ ഓടണം അല്ലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. സോ വി സ്റ്റാർട്ട് ടു റെസ്പോണ്ട്. ഒന്നീ ഒന്നിനെ ആക്രമിക്കുന്നത് തിരിച്ച് നമ്മൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഓടും. കാരണം അത് ആ സ്ട്രെസ് റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ചുമ്മാ നിൽക്കത്തില്ല, പഴയ പോലെ നിൽക്കത്തില്ല. ഒരു വണ്ടി ഇടിക്കാൻ വരും, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഒന്നെങ്കിൽ ചാടും അല്ലെ ഓടും, എന്തെങ്കിലും ഒന്ന് ചെയ്യും. അപ്പോൾ അതേപോലെ സെയിം ഈ എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ തലേദിവസം ഈ സ്ട്രെസ്സേഴ്സ് അങ്ങ് റിലീസാവും. അപ്പം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഫങ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഓൾസോ സ്പെഷ്യലി ദിസ് മെമ്മറി, ഇത് രണ്ടിനെ ഇത് അഫക്റ്റ് ചെയ്യും. ബ്രീതിങ് ഹെവി ആവും, ബ്ലഡ് സപ്ലൈ കൂടും, മുഖത്തെ ആവാനും ഭയങ്കര പെയിലാവും, ഇവിടെ എല്ലാം സ്റ്റിഫ്നെസ് ആവും, ഉറക്കമില്ലായ്മയാവും, ഡൈജഷൻ പ്രശ്നമാവും, കഴിച്ച് ദഹിക്കത്തില്ല, വിശപ്പില്ലായ്മയാവും. ആൻഡ് എക്സാമിൽ ആ ഹൈ ലെവൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വൺ മേജർ കോസ് ഈസ് വർക്കിംഗ് മെമ്മറി ഡിപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് ചിലർ സ്ട്രെസ്സ് കൂടിയിട്ട് പരീക്ഷാ പേപ്പർ തുറക്കുമ്പോൾ ബ്ലാങ്ക് ആയി പോകുന്നത്. തലേരാത്രി ഫുള്ള് പഠിച്ച, പക്ഷേങ്കിൽ ആ സ്ട്രെസ്സിൻ്റെ ആ ആങ്സൈറ്റി കൂടിയിട്ട് ആ മെമ്മറി അങ്ങ് ബ്ലാങ്ക് ആയി പോകും, പിന്നെ അത് എഴുതാൻ പറ്റാതാവും. സോ ദിസ് ഇസ് എ മേജർ ഇഷ്യൂ. സോ 3 reasons why we worry. നമ്മൾ വിഷമിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അടിക്കാനോ ടെൻഷൻ അടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, പാസ്റ്റ് ഫെയിലിയേഴ്സ്. ഈ മാത്സ് നിങ്ങൾ 90 പേരിനകത്ത് എനിക്കൊന്നൊരു 75 പേരും അല്ലെ 125 എനിക്ക് പക്ഷേ ഒരു 80-90% ആൾക്കാർ മാത്സ് ആവാൻ. അപ്പം മാത്സിൻ്റെ പേടി ഇപ്പോൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങിയായിരിക്കില്ല, നിങ്ങൾക്ക് ഒരു 3ാം ക്ലാസ്സിൽ തുടങ്ങിയായിരിക്കും. അപ്പോൾ അന്ന് മിക്കവാറും ഏതെങ്കിലും ഒരു മാത്സ് പേപ്പർ ഇപ്പോൾ 100-ൽ ചിലപ്പോൾ ഒരു 60 മാർക്ക് കിട്ടി കാണും, അല്ലെങ്കിൽ ഒരു 70 മാർക്ക് കിട്ടി കാണും. ആ പേപ്പർ അന്ന് ടീച്ചർ ചിലപ്പോൾ ശരിക്കിട്ടങ്ങ് വഴക്ക് പറഞ്ഞു കാണും, അല്ലെങ്കിൽ നാണം കെടുത്തി കാണും. എന്നിട്ട് അതുമായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തെ വീട്ടുകാർ ചിലപ്പോൾ നാണം കെടുത്തി കാണും. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് അത് മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എപ്പം മാത്സിൻ്റെ പരീക്ഷ വരുമ്പോഴും ഈ ഒരു പേടി. ആൻഡ് മിക്ക സ്കൂളിലെ നോക്കിക്കഴിഞ്ഞാൽ മാത്സ് ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഉള്ള ടീച്ചേഴ്സിലേക്കും ഏറ്റവും കടുങ്കട്ടി ടീച്ചേഴ്സാണ് ഈ മാത്സ് സാധാരണ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ആ അപ്രോച്ചും കൂടെ വരുമ്പോഴത്തേക്ക് ചില അറിയാൻ പറ്റാത്ത കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ടെൻഷൻ കൂടും. സോ ഇറ്റ്സ് എ പാസ്റ്റ് ഫെയിലിയേഴ്സ്. ഒരു പഴയകാല നമ്മളുടെ പേപ്പേഴ്സ് നമുക്ക് മാർക്ക് കുറഞ്ഞതൊക്കെ ദാറ്റ് ബിക്കംസ് എ റീസൺ. അനദർ വൺ ഇസ് ദ ഫിയർ ഓഫ് അൺനോൺ. അത് പല സ്റ്റുഡൻസിനും ഉണ്ടാകുന്നതാണ്. പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യനാ വരാൻ പോകുന്നതെന്ന് ഓർത്തങ്ങ് ടെൻഷൻ അടിക്കും. അത് കട്ടിയുള്ളതായിരിക്കുമോ, പ്രോബ്ലം ആയിരിക്കുമോ, കൂടുതൽ തിയറിയാണോ കൂടുതൽ, ഈ ചാപ്റ്ററിൽ നിന്ന് വരുമോ, ആ ചാപ്റ്ററിൽ നിന്ന് വരുമോ, ഞാൻ പഠിക്കാത്തതിനകത്തുനിന്ന് വരുമോ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് അങ്ങ് ഇമാജിൻ ചെയ്യും. അതായിരിക്കും വരുന്നത്. ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാം എങ്ങനെ ആയിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു, ഈ പ്രാവശ്യം അങ്ങനെയാണോ, ഈ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് പിന്നെ പ്രാക്ടിക്കൽ വരുമ്പോൾ എനിക്ക് അറിയാൻ മേത്തതാണോ വരുന്നത്, എനിക്ക് 10 വരെ 2 വരെ അത് തന്നെ ആയിരിക്കും വരുന്നത്, മിക്കവാറും എനിക്ക് അതേ കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കും. പിന്നെ 3ാമത്തെ കാര്യം, ഫിയർ ഓഫ് ദ സ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ റിസൾട്ട് കണക്ട് ചെയ്ത് നമ്മൾ അങ്ങ് ഭാവിയിലോട്ട് ചിന്തിക്കും. അതായത് പിന്നെ എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ
പിന്നെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല, പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ദൂരെയുള്ളൊരു കോളേജിൽ എനിക്ക് കിട്ടുന്നത്, ആ കോളേജിൽ പഠിച്ച ഒരു കാര്യമില്ല, ആ കോളേജ് 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, മാസ്റ്റേഴ്സിന് പോകാൻ പറ്റത്തില്ല, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും 23 വയസ്സാകും, 23 വയസ്സായി കഴിഞ്ഞ് 17 വയസ്സായുള്ളൂ ഇവിടെ ഒരു പരീക്ഷയുടെ കാര്യം. പക്ഷേ ഇതിങ്ങനെ അടുത്തൊരു 23 വയസ്സ് കഴിഞ്ഞുള്ള അടുത്തൊരു 10 വർഷത്തേക്കുള്ള പ്ലാനിങ് ആണ് പരീക്ഷയുടെ തലേദിവസം നടക്കുന്നത്. ഇതിന് ഞാൻ പഠിച്ച് കിട്ടിയില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ ഇങ്ങനെ ഇത് ചിന്തിച്ച് ഭാവിയിലോട്ട് അങ്ങനെ ചിന്തിച്ച് കണക്ട് ചെയ്ത് പോകും. വീട്ടുകാർക്ക് നാണക്കേടാവും, പിന്നെ ഞാൻ എങ്ങനെ ഇനി വീട്ടുകാരെ ഫേസ് ചെയ്യും. യു സ്റ്റാർട്ട് തിങ്കിങ് ആൻഡ് കണക്ടിങ് തിങ്സ് ഇൻ ടു ദ ഫ്യൂച്ചർ. അപ്പോൾ പറ്റുന്ന പറഞ്ഞാൽ ആ സമയം മുഴുവൻ പഠിക്കുന്ന സമയമാണ് ഈ പോകുന്നത്. ആൻഡ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ഭാവിയിലോട്ട് ചിന്തിച്ച് കൂട്ടിയാണ് നമ്മൾ ഈ ടെൻഷൻ അടിക്കുക. സോ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, പഴയകാല എന്തെങ്കിലും നമ്മളുടെ ഫെയിലിയേഴ്സ്, നമ്മൾ തോറ്റുപോയ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ആ ഫെയിലിയേഴ്സ് ഓർത്ത് നമ്മളങ്ങ് ഭയങ്കര ടെൻഷൻ അടിക്കും. 2, അറിയാം എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഓർത്താവലാതിപ്പെടും. 3, ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കും. സോ ക്യാൻ യു പുട്ട് ഇൻ ദ ചാറ്റ് 1, 2 or 3 നിങ്ങൾ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഇതിനകത്ത് ഏത് റീസൺ കാരണമാണ്? ജസ്റ്റ് പുട്ട് ഇൻ ദ ചാറ്റ് 1, 2 or 3. 1, 2 or 3. ഓക്കെ, പഴയകാല പിന്നെ പേപ്പറുകളെ ഓർത്താണോ അതോ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ഓർത്ത് അങ്ങ് കൺഫ്യൂഷൻ ആകുന്നതാണോ, അതോ ഇതിൻ്റെ മാർക്ക് കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്താണോ? സോ ഒന്നിൽ കൂടുതലാകാം. ഓക്കെ, സോ ലോട്ട് ഓഫ് യു ആൻസറിങ് അൺനോൺ, ലോട്ട് ഓഫ് യു സെയിങ് പാസ്റ്റ് ഫെയിലിയേഴ്സ്. ഓക്കെ, സോ യാ, there's no problem in talking about it. ഒരു കുഴപ്പമില്ല. നിങ്ങൾ this is നമ്മൾക്ക് എല്ലാവരും, ഐ എം സീയിങ് ലോട്ട് ഓഫ് ആൻസേഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 10-30 പേരെങ്കിലും ഇപ്പോൾ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. പക്ഷേങ്കിൽ മിക്ക സ്റ്റുഡൻസിനും ദേ ഹാവ് എ വെരി നെഗറ്റീവ് ടെൻഷൻ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ലോട്ട് ഓഫ് യു സെയിങ് ഫിയർ ഓഫ് ദി അൺനോൺ, ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്ന് ഓർത്ത് നമ്മൾക്ക് ടെൻഷൻ അടിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ് me താങ്ക് യു ഫോർ ഷെയറിംഗ്. ലെറ്റ് me give you 5 പ്രാക്ടിക്കൽ വേസ് ടു ഓവർകം ദിസ് സ്ട്രെസ്. ഈ ഒരു ടെൻഷനെ കുറിച്ച്, ഈ ഒരു ആവലാതി എങ്ങനെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് 5 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകും. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് യു ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട് ഇറ്റ്. Number one is to write down your fears. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഇരുന്നിങ്ങനെ ചിന്തിക്കുമ്പം ഒരു മിനിറ്റിൽ 10, 20, 30 തോട്ട്സ് ഇങ്ങനെ വരും. നമ്മൾ കണക്ട് ചെയ്ത് അപ്പോൾ ഫ്രണ്ടിൽ മാത്സിൻ്റെ ബുക്കാണ് ഇരിക്കുന്നത്, ഫ്രണ്ടിൽ കെമിസ്ട്രിയോ ഹിന്ദിയോ ആണ് ഇരിക്കുന്നത്. പക്ഷേ അത് പഠിക്കാനുള്ള നമ്മുടെ ടെൻഷൻ കാരണം നമ്മളിരുന്ന് പേനയും കറക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പേന ഇങ്ങനെ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടോ ഇങ്ങനെ ആലോചിക്കും. ഒരു മിനിറ്റിൽ 10, 20 തോട്ട്സ് ആണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ നമ്മൾ ആ മനസ്സിലൂടെ ഇങ്ങനെ പല ചിന്തകളാണ് പോകുന്നത്. മിക്കത് നെഗറ്റീവാണ്. ഈ എന്തായിരിക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എനിക്ക് പേടിയുണ്ട്, മാർക്ക് കുറഞ്ഞു പോയ പപ്പ ഒത്തിരി വഴക്ക് പറയും, മമ്മി ഇപ്പം തന്നെ പറയുന്നുണ്ട് പിന്നെ പ്രശ്നമുണ്ടാവും, പിന്നെ ഇതാണ് നാണക്കേടാവും, പിന്നെ എങ്ങനെ ഞാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യും, ഇങ്ങനെ ചിന്തിക്കുക. സോ നമ്മൾ ചിന്തിക്കുന്നതിന് നമ്മുടെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതേ സമയം ആ ചിന്തകൾ ഇഫ് യു റൈറ്റ് ഇറ്റ് ഡൗൺ, ഇറ്റ് സ്ലോസ് യു ഡൗൺ. അപ്പം വട്ട് എവർ യു തിങ്കിങ്, നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഭയങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്, റൈറ്റ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. അതങ്ങ് എഴുതുക. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക്, എനിക്ക് തോന്നുന്നു ഈ പരീക്ഷയ്ക്ക് ഭയങ്കര കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ ക്വസ്റ്റ്യൻസ് ഐ വാസ് പ്രിപ്പയർഡ് ഫോർ. അതുകൊണ്ട് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്, മാർക്ക് കുറഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. സോ വട്ട് എവർ യു തിങ്കിങ്, റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സ്ലോ ഡൗൺ ആവും. കാരണം നമുക്ക് ചിന്തിക്കാൻ ഭയങ്കര സ്പീഡാണ്, പക്ഷേ അതേ ചിന്തകൾ എഴുതണമെങ്കിൽ ഒരു മിനിറ്റിൽ 1 or 2 തോട്ട്സ് എഴുതാൻ പറ്റത്തുള്ളൂ. നെഗറ്റീവ് ആണെങ്കിലും സാരമില്ല, യു റൈറ്റ് ഇറ്റ് ഡൗൺ. ആൻഡ് ദെൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതിനകത്തെ പകുതി കാര്യങ്ങളും വലിയ കഥയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മളിക്ക് ചിന്തിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ചിലവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്ന, കണക്ട് ചെയ്ത് അങ്ങ് പോകുന്ന. പക്ഷേ ഇതേ കാര്യം നമ്മൾ എഴുതിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും എടുത്ത് നോക്കുമ്പോൾ ദിസ് ഇസ് ടു സില്ലി, ഇതൊന്നും ഇതൊന്നും കുഴപ്പമില്ല, ദിസ് ഇസ് ജസ്റ്റ് ഞാൻ ഓവർ തിങ്ക് ചെയ്ത്. ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് യു സംതിങ് ടു പ്രേ അബൌട്ട്. ആൻഡ് എഴുതി കഴിഞ്ഞിട്ട് അത് യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. കർത്താവേ, എൻ്റെ മനസ്സിലൂടെ ഇതൊക്കെയാണ് പോകുന്നത്, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഇതൊക്കെയാണ് പേടികൾ, വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? സോ റൈറ്റിംഗ് ഇറ്റ് ഡൗൺ ഹെൽപ്സ് യു സ്ലോ ഡൗൺ. ശരിക്കും ആ ഒരു തോട്ട് വരുന്ന സമയത്ത്, ആ ചിന്തകൾ വരുന്ന സമയത്ത് റൈറ്റ് ഇറ്റ് ഡൗൺ.
റൈറ്റ് ഇറ്റ് ഡൗൺ, സ്ലോ ഇറ്റ് ഡൗൺ, ആൻഡ് ദെൻ കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കുക. പലതും അതിനകത്ത് മണ്ടത്തരങ്ങളാണ് നമുക്ക് മനസ്സിലാവും, നമ്മുടെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളാണെന്ന് മനസ്സിലാവും. ഇറ്റ് ഹെൽപ്സ് യു ഓവർകം ദാറ്റ്. ദാറ്റ്സ് നമ്പർ 1. ഓക്കെ, നമ്പർ 2 is analyze past failures. നമ്മുടെ പൂർവ്വകാല അല്ലെങ്കിൽ മുൻകാല തോൽവികൾ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ആൻസർ പേപ്പറുകൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് 100 മാർക്ക് കിട്ടിയ പേപ്പറൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷത്തോടെ നമ്മൾ വെക്കുന്നത്. പിന്നെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് 100 കിട്ടി, അല്ലെങ്കിൽ 99 കിട്ടി, അല്ലെങ്കിൽ 97 കിട്ടി, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആ പേപ്പർ കൊണ്ട് പിന്നെ മുമ്പോട്ട് വലിയ പ്രയോജനമില്ല. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത എക്സാമിന് ആ പേപ്പർ കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ നമുക്ക് 100ൽ ഒരു 60 കിട്ടിയ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് 40 മാർക്ക് പോയിട്ടുണ്ട്. ഇറ്റ് ബിക്കംസ് എ ഗുഡ് ഒബ്സർവേഷൻ ഫോർ യു ടു സീ എവിടെയാണ് മാർക്ക് പോകുന്നത്. ഇപ്പോൾ മാത്സിലാണെങ്കിൽ നിങ്ങൾക്ക് 100ൽ 60 കിട്ടി, 60 കിട്ടിയെങ്കിൽ ആ പേപ്പർ ഒന്നും എടുത്ത് നോക്കുക. ചിലയിടത്ത് ഒരു സില്ലി മിസ്റ്റേക്ക് ആയിരിക്കും, ചിലയിടത്ത് ഈ പേജിൻ്റെ അടുത്ത് 698 എന്നുള്ളത് അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് 689 ആയി, എഴുതിയത് മാറിപ്പോയി, പിന്നെ ബാക്കി കാൽക്കുലേഷൻ തെറ്റായി. സോ നമുക്ക് അതൊക്കെ കാണാൻ പറ്റുമോ, ഇവിടെ അതാ മാർക്ക് പോയി. സോ ഇറ്റ് ബിക്കംസ് എ ഗുഡ് ഇവാലുവേഷൻ ഫോർ യു. ഇതൊക്കെയായിരുന്നല്ലോ എൻ്റെ പ്രശ്നങ്ങൾ, ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതാ പറ്റിയല്ലേ, എഴുതിപ്പോൾ മാറിപ്പോയി അല്ലേ, ഇതിൻ്റെ ഡയഗ്രാം തെറ്റായിരുന്നല്ലേ. യു വിൽ ബി ഏബിൾ ടു അനലൈസ് പാസ് ഫെയിൽ. ചില ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, ഞാൻ പഠിക്കാതെ ഇത് വിട്ടുപോയി അല്ലേ, you will be able to prepare better. സോ നമ്മൾ പലപ്പോഴും ഈ മാർക്ക് കുറഞ്ഞ ആൻസർ പേപ്പർ പിന്നെ തുറന്നു നോക്കത്തില്ല. നമുക്കത് ഭയങ്കര ഒരു നിരാശയാണ്, ഒരു അപമാനമാണ്, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഇത് ഐ ഡോണ്ട് വാണ്ട് ടു സീ, കാണാനേ താല്പര്യമില്ല. പക്ഷേ ദാറ്റ് ഈസ് ദ പേപ്പർ യു ഷുഡ് അനലൈസ്. അതാണ് അനലൈസ് ചെയ്യേണ്ടത്. എവിടാണോ തോൽവി സംഭവിച്ചത്, എവിടാണോ മാർക്ക് കുറഞ്ഞത്, അതൊന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് യു പ്രിപ്പയർ ബെറ്റർ. ഓക്കെ, സോ ദാറ്റ് സംതിങ് ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൻസർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുമ്പോൾ ഈ വർഷത്തെ അങ്ങനത്തെ ഗൂഗിൾ ക്ലാസ് റൂമിലോ എവിടെയാണോ നിങ്ങൾ ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അതൊക്കെ ഒന്നും എടുത്ത് നോക്കുക. പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞ നിങ്ങൾക്ക് പേടിയുള്ള സബ്ജക്ട്സ് ഒന്നും എടുത്ത് നോക്കുക. അപ്പം ശരിയായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും, പക്ഷേ തെറ്റിയത് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ലൊരു യു വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ 2. Number 3 is practice in test conditions. This is especially board exam and entrance exam prepare ചെയ്യുന്നവർ you can think about it. Practice in test conditions എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പിന്നെ പരീക്ഷയ്ക്കല്ലേ മോഡൽ പേപ്പറൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്, അതിനകത്ത് ഇപ്പുറത്ത് ചായ കാണും, പിന്നെ അപ്പുറത്ത് ഫോൺ കാണും, അവിടെ TV ഉണ്ടായിരിക്കും, പിന്നെ അപ്പുറത്തൂടെ എല്ലാ ആൾക്കാർ ഓടുന്നുണ്ടാവും, വിശക്കുമ്പോൾ നമ്മൾ പോയി അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കും. പരീക്ഷ മോഡൽ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് ബോറടിക്കും, വെളിയിൽ പോകും, ഫോൺ എടുത്ത് 2 പേർക്ക് മെസ്സേജ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ 2 റീല് നോക്കും, പിന്നെ വന്ന് 2 പ്രോബ്ലം ചെയ്യും. അതുകൊണ്ടൊന്നും വി ആർ നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ് ടെസ്റ്റ് കണ്ടീഷൻ. സോ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ബോർഡ് എക്സാം എഴുതുന്ന 10th സ്റ്റാൻഡേർഡും സെക്കൻഡ് ടൈം എഴുതുന്ന 12th സ്റ്റാൻഡേർഡും എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തെ ഓരോ സെക്ഷനും എത്ര സമയമാണ് സാധാരണ എടുക്കുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ സെക്ഷൻ A 25 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടത്, അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് സാധാരണ തീർക്കേണ്ടത്. സോ ആ 30 മിനിറ്റിൻ്റെ ഒരു ടൈമർ വെച്ച് വേറെ യാതൊരു സാധാരണ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതുമോ, ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ ഒരു എക്സാം ഹോളിൻ്റെ ആ ഫീല് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഫുഡില്ല, അവിടെ ഫോണില്ല, അവിടെ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. ആ 30 മിനിറ്റ് അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. വെള്ളക്കൂപ്പി ഉണ്ടെങ്കിൽ അത് മാത്രമുണ്ട്. സോ അത് വെച്ച് ആ ഒരു എൻവയൺമെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പം മനസ്സിന് തന്നെ ഒരു ഇറ്റ് ബിക്കംസ് ഗെറ്റ്സ് യു റെഡി ഫോർ നാളെ അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് എക്സാം ഹാളിൽ പോയിരിക്കും, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിൻ്റെ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി 10 പ്രാവശ്യം ഇത് ചെയ്തതാണ്. ആൻഡ് സോ ആ ഒരു ഭയം ഒത്തിരി കുറയും. ഇപ്പം ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഭയങ്കര കൂളായിട്ട് എല്ലാം ചെയ്തിട്ട് അവസാനം പെട്ടെന്ന് ആ എക്സാം ഹാളിലോട്ടും ഇൻവിജിലേറ്ററും എക്സ്റ്റേണൽ ഇൻവിജിലേറ്ററും സ്ക്വാഡും ഒക്കെ കയറി വരുന്ന ആ ഒരു എൻവയൺമെൻറ്റ് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും, അല്ലെങ്കിൽ അത് വി വിൽ സ്റ്റാർട്ട് ടു തിങ്ക് അലോട്ട്. സോ പ്രാക്ടീസിങ് ഇൻ ടെസ്റ്റ് കണ്ടീഷൻസ്, അത് നിങ്ങളത് വീട്ടിൽ തന്നെ അതിനൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള സമയം വീട്ടുകാരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ആൻസർ പേപ്പറും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തില്ലേ പോലും സെക്ഷൻസ് ആയിട്ട് ചെയ്താൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ പ്രിപ്പയറിംഗ്. ഓക്കെ, ദാറ്റ്സ് നമ്പർ 3. Number 4 is always ask what is in my control. ഇപ്പോൾ നമ്മൾ ഞാൻ പറയാം, രണ്ടാമത്തെ ഫിയർ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ദി അൺനോൺ. വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അത് കട്ടിയായിരിക്കുമോ, പ്രോബ്ലം ആയിരിക്കുമോ, തിയറി ആയിരിക്കുമോ, ഇന്ന ചാപ്റ്റർ ആയിരിക്കുമോ, ഇതിങ്ങനെ ചിന്തിച്ചിരുന്ന പകുതി സമയം നമ്മുടെ പോകുന്നു. ഭയങ്കര ആകുലത, ഭയങ്കര ആങ്സൈറ്റി. പക്ഷേ അതൊന്നും നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. അത് നിങ്ങളുടെ ടീച്ചറുടെ കൺട്രോൾ പോലും, നിങ്ങളുടെ സ്കൂളിൻ്റെ പോലും കൺട്രോളല്ല. ഇറ്റ് ഈസ് ആ എക്സാം പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കുള്ള അധികാരമാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം.
അത് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ ആണ് ഈ വർഷം. വി ഡോണ്ട് നോ അവരുടെ കയ്യിലുള്ള കൺട്രോൾ. ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാനിരുന്ന് ആവലാതിപ്പെട്ട് കഴിഞ്ഞാൽ വെറുതെ എൻ്റെ സമയമാണ് പോകുന്നത്. കാരണം ഒന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ മാറാൻ പോകുന്നില്ല, അത് എനിക്ക് അറിയാനും പോകുന്നില്ല. ബട്ട് എൻ്റെ മറ്റ് കാര്യങ്ങൾക്കുള്ള എൻ്റെ കൺട്രോളുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൂടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഒന്ന് ക്യാൻ യു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ്. നമ്മുടെ കയ്യിൽ കൺട്രോളുള്ള എന്തൊക്കെയാണ്? ഒരു പരീക്ഷയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുള്ളതല്ല, പക്ഷേ വാട്ട് ഈസ് ഇൻ യുവർ കൺട്രോൾ? ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ വാട്ട് ഈസ് ഇൻ യുവർ കൺട്രോൾ? ക്യാൻ യു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ്? ഓക്കെ, ടൈം മാനേജ്മെന്റ്, യാ, ഹൗ യു മാനേജ് ടൈം. വാട്ട് എൽസ്? സിലബസ്, സിലബസ് എത്ര അതിൻ്റെ വ്യാപ്തി, എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ അറിയാനുള്ള അത് നമുക്ക് ഓൾറെഡി അറിയാം. ഹൗ യു പ്രിപ്പയർ, ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ 10 വർഷം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അറിയാനുള്ള കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. വി ക്യാൻ നോ, ഗുഡ് വൺ, കീപ് ഇറ്റ് കമ്മിങ്, കീപ് ആൻസറിങ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ കൺട്രോൾ ഉണ്ട് ഒരു എക്സാമുമായിട്ട് സംബന്ധിച്ച്? ഡെഡിക്കേഷൻ, യെസ്, നമ്മൾ എത്ര അതുമായിട്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നു, അത് നമ്മുടെ കയ്യിലുള്ള. ഉഴപ്പൊന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മുടെ കയ്യിലുള്ള. എത്ര സമയം, എപ്പോൾ എഴുന്നേക്കണം, വെൻ ടു ഗെറ്റ് അപ്പ്, എപ്പോൾ എഴുന്നേക്കണം, അത് നമ്മുടെ കൺട്രോളുള്ള. പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ, ഡൗൺലോഡിങ് മെറ്റീരിയൽസ്, യെസ്, അത് നമ്മുടെ മനസ്സ്, ഹൗ വി അപ്രോച്ച് ഇറ്റ്, പോസിറ്റീവ് ആണോ അതോ മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, അതോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതെല്ലാം ഉണ്ട്. ഹാർഡ് വർക്ക്, എക്സാക്ട്ലി. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് കയ്യിലുള്ള കൺട്രോളുള്ള കാര്യങ്ങൾ പോലും പ്രിപ്പയറിംഗ് ടൈം ടേബിൾ ഓൺ ഡെയിലി ബേസിസ്, വെരി ഗുഡ്, അത് കയ്യിലുള്ള കാര്യമാണ്. ഇറ്റ്സ് ഇൻ യുവർ കൺട്രോൾ, it's with you. Practicing, hard working, connecting with teachers, clearing doubts, yes, all of this is in your control. ഇതെല്ലാം നമ്മുടെ കൺട്രോളുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഈ ടെൻഷൻ അടിക്കുമ്പോഴും അന്നേരം ചിന്തിക്കുക, ഇതെൻ്റെ കൺട്രോളുള്ള കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ? Studying by test, okay, self-testing, practicing, yes, all of that is in our control. Thank you. To-do list, wonderful. നമ്മൾ എന്താ ഓരോ ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് എഴുതി വെക്കും. That is in our control. So every time you get stressed, ask yourself, ഇതെൻ്റെ കയ്യിലുള്ള കൺട്രോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ? എൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്, ഞാൻ എന്തിനാ വേവലാതിപ്പെടുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എൻ്റെ കയ്യിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So let me focus on things I have control. And finally, number five, talk to someone who cares. നമ്മുടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് പല സ്റ്റുഡൻസും ഈ കാര്യങ്ങൾ ഒരു മുതിർന്ന ഒരാളോട് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പം മിക്ക എക്സാം സീസൺ നടക്കുന്നൊരു കാര്യമാണ്, ഫോൺ എടുത്തിട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരാണ്, മച്ചാ നീ വല്ലതും പഠിച്ചോ? അവന് ഇതിൻ്റെ ടെൻഷൻ അടിച്ച് അങ്ങേറ്റം തിരിക്കും, എടാ ഞാനും ഒന്നും പഠിച്ചില്ല, അത് പിന്നെ അതിൻ്റെ ഒരു 10 മിനിറ്റ് ആ വഴിക്ക് പോയി. എന്നിട്ട് അടുത്തവനെ വിളിക്കും, എടാ നീ വല്ലതും പഠിച്ചോ? ഞാൻ ഒന്നും പഠിച്ചില്ല. പിന്നെ 3ാമത് ഒരുത്തം കാണും, നീ പഠിച്ചു. 4ാമത്തെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. അതോടെ നമുക്ക് ഇല്ലാത്ത ടെൻഷൻ എവിടുന്നോ കയറി വരും. അങ്ങനത്തെ കുറച്ച് കൂട്ടുകാർ നമുക്കുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ നല്ലതാണെങ്കിലും ഇഫ് യു ആർ ഗോയിങ് ത്രൂ സ്ട്രഗിൾ, നിങ്ങൾക്കത് ഒരു ടെൻഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആവലാതി ടോക്ക് ടു സമ്മൺ ഹു കെയർസ്. പേരൻസ് ആണെങ്കിലും സൺഡേ സ്കൂളിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന സീനിയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോക്ക് ടു സമ്മൺ ഹു കെയർസ്. നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളോട് സംസാരിക്കുക. ഇത് അകത്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിയലി അഫക്റ്റ്. ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അഫക്ട്സ് യുവർ മെമ്മറി. പഠിച്ചതും കൂടെ ഓർമ്മയില്ലാതാവും. അത് ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്റ്റഡി ലീവിനെല്ലാം പഠിച്ചിട്ട് പഠിച്ചത് ഓർക്കുന്നില്ല. കാരണം എന്നാ, സ്ട്രെസ്സ് കാരണം ബോഡിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെസ് ആവും. സോ ടോക്ക് ടു സമ്മൺ. അത് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പേരൻസ് ആണെങ്കിലും എനിവൺ എൽസ് അക്കാഡമിക് ഹെൽപ്പ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി വണ്ടർഫുൾ. സോ ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി സമ്മറൈസ്. നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇത് എഴുതുമ്പോൾ നമ്മുടെ സ്ട്രെസ്സസും ആങ്സൈറ്റീസും എഴുതുമ്പോൾ അത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് എഴുതിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് വാസ്തവമായിട്ട് വല്ലോ ഉള്ളതാണോ ഇല്ലാത്തതാണോ. ഈസ് ഇറ്റ് വർത്ത് വറിങ് ഓവർ? യു കൻ പ്രേ അബൌട്ട് ഇറ്റ്. കാരണം നമുക്കതൊരു പ്രാർത്ഥന ലിസ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതൊക്കെ എൻ്റെ തോട്ട്സ് ആണ്, എൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. ഐ വോണ്ട് ടു വർക്ക് ഓൺ ദിസ്. സോ റൈറ്റിംഗ് ഡൗൺ റിയലി ഹെൽപ്സ്. നമ്പർ 2, പഴയ മിസ്റ്റേക്സ്, നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ, ബ്ലണ്ടേഴ്സ് ഒന്നുകൂടെ എടുത്ത് നോക്കുക. അത് നോക്കാൻ നാണം ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നാണിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ, ദോസ് ആർ യുവർ മിസ്റ്റേക്സ്, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനിയും ചെയ്യായിരുന്നാൽ പോരെ, ദാറ്റ്സ് ഫൈൻ. പഴയ ആൻസർ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് മിസ്റ്റേക്സ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്പർ 3,
ടെസ്റ്റ് കണ്ടീഷൻസിൽ എങ്ങനെയാണോ എക്സാം എഴുതാൻ പോകുന്നത് ആ ഒരു കണ്ടീഷൻ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഹെൽപ്സ് യു ഇൻ overcoming, practicing and helping you. Number 4 is always ask. ഇതെൻ്റെ കയ്യിലുള്ള കാര്യമാണോ? Is it in my control or is it not? Number 5, talk to someone. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തല്ലേ, നമ്മുടെ കൈ നിൽക്കുന്നില്ലെന്ന് തോന്നുവാണ്, ഇത് അകത്ത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. Talk to someone who really cares. Okay, so which one of these things you want to practice first? ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് തോന്നിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇതെനിക്ക് ഐ വോണ്ട് ടു ഡു ദിസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? വിച്ച് വൺ ഓഫ് ദീസ്? ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് അപ്പ് അഗൈൻ. യു കെൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ്. 1, 2, 3, 4 or 5. ഓക്കെ, റൈറ്റിംഗ് ഡൗൺ ഫിയേഴ്സ്. നമ്മുടെ ഫിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നോക്കുന്നത്. റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. Analyzing past mistakes, practicing in test conditions, asking what is in my control, talking to someone. Okay, on first one, third one, first one, second one, third one. Okay, third one. A lot of you saying third one. Practice in test condition. I think board exam karum, entrance exam karum, please do that. Please do that. I wish ഇത് എന്നോട് ഞാൻ 10th 12th പഠിക്കുമ്പോൾ എന്നോട് ആരും പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം അതൊരു ഭയങ്കര ഒരു ട്രിക്കാണ്. ദാറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു എക്സാം എൻവയൺമെന്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാതെ ഫീൽ ആവും. ബട്ട് അതൊരു 10 പ്രാവശ്യം ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ദർ സോ മച്ച് ഓഫ് കോൺഫിഡൻസ്. കാരണം ഇത് നമ്മൾ കണ്ടതാണ്, ടൈം ബൗണ്ടും ആ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന അത് നമ്മൾ ശീലിച്ചതാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇറ്റ്സ് വെരി നാച്ചുറൽ. സോ ഏതാണോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്, ടോക്ക് ടു സമ്മൺ. യെസ്, നിങ്ങളത് ഇഫ് യു ആർ ഗോയിങ് ത്രൂ റിയൽ സ്ട്രഗിൾ, പ്ലീസ് ടേക്ക് ടൈം ടു ടോക്ക്. ആസ്കിങ് വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ, സോ ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല. ഓക്കെ, സോ ഓൾ ദീസ് ആർ പ്രാക്ടിക്കൽ, ഓൾ ദീസ് ആർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഹൗ, which one you want to start first? Other ഏതാണോ you can start that. Okay, so we are talking about fears. Let's talk about a few techniques. Okay, fears ne overcome ചെയ്യുന്ന കാര്യം പറഞ്ഞു. Let's talk about a few techniques. Okay, so I'm going to give you 3 things very quickly, and then probably അവസാനം ഒരു 5 minute I want to take some questions. ഒരു 8:25 വരെ നമ്മൾ അടുത്തൊരു 20-25 minutes I'll take this. 30 minutes I'll take this. Okay, let's talk about 3 things. Number 1 is getting organized. Number 2 is being exam fit. And finally, I would say very interesting exam day tips. Okay, exam day tips. Some of them ഞാൻ engineering tech ഒക്കെ പഠിച്ച സമയത്ത് യൂസ് ചെയ്തതാണ്. Some of them I've researched and പലതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരുമിച്ച് കമ്പൈൽ ചെയ്തതാണ്. Okay, so I think this will be very useful. So stay till the end. We will look at each one of them. Okay, let's get to the first one. Getting organized. സോ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷ സീസൺ വരുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു മോഡിൽ ആകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ദാറ്റ് എക്സാം മോഡ്, and it's very important. ആ ഒരു മെൻറ്റാലിറ്റിയോടെ പോകുന്നത്. പലരും എക്സാം സീസണും ഇറ്റ്സ് ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര കൂളായിട്ട് തന്നെ എടുക്കുന്നു. നല്ല കാര്യമാണ്, ടെൻഷൻ അടിക്കാതിരിക്കും, നല്ലതാണ്. പക്ഷേങ്കിൽ അത് ഡസൻറ്റ് റിയലി അഫക്റ്റ് അവരുടെ ആ ഒരു എക്സലൻസിനെ അത് ബാധിക്കുന്നില്ല. അവരുടെ ആ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബീയിങ് കൂൾ, ഞാൻ നോക്കാൻ വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു വളരെ കാലിയസ് ആയിട്ടുള്ള ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഡസൻറ്റ് റിയലി ഹെൽപ്പ്. സോ ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്, ആ ഒരു മോഡിൽ, ആ ഒരു ആ എക്സാം ടൈം വരുമ്പം ആ ഒരു സോണിലായിരിക്കുന്നത്, ദാറ്റ് റിയലി ഹെൽപ്സ്. and I'm going to give you some practical things for that. Number 1, 3 കാര്യങ്ങൾ getting organized. Number 1 is to organize your study materials and notes. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആസ്പെക്ട്സ് മിസ്സായി കാണും. ചിലത് ഡൗൺലോഡ് ചെയ്തില്ലായിരിക്കാം, ചിലത് പ്രിൻറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, ചിലത് ഫോട്ടോ കോപ്പി എടുത്തില്ലായിരിക്കാം. സം തിങ്സ് വുഡ് ഹാവ് മിസ്. സോ ഈ എക്സാം സീസൺ മാത്രമല്ല, ഇൻ ജനറൽ ഏതൊരു എക്സാം സീസൺ, പ്രത്യേകിച്ച് ആ വലിയ പരീക്ഷയോ അല്ലെങ്കിൽ ആനുവൽ എക്സാമോ അല്ലെങ്കിൽ സെമിസ്റ്റർ എക്സാമോ ഒക്കെ വരുമ്പം ആ ഒരു ടൈം എത്തുന്നതിന് ലാസ്റ്റ് മിനിറ്റിലല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 month ബിഫോർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ കയ്യിൽ ആവശ്യമായിട്ടുള്ള നോട്ട്സും സാമഗ്രികളും എല്ലാം ഉണ്ടോ, ഫോട്ടോ കോപ്പി എടുക്കാൻ വല്ലതും ഉണ്ടോ, നോക്കി എഴുതാൻ വല്ലതും ഉണ്ടോ, ഡൗൺലോഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ, PPT എല്ലാം ഉണ്ടോ,
You just check all that. പലതും സംഭവിക്കുന്ന പറയാം, നമ്മൾ ആദ്യത്തെ ഒരു 5 ചാപ്റ്ററിന് കാണും, അത് പരീക്ഷയുടെ 2 ദിവസം മുമ്പ് പഠിക്കാൻ തുടങ്ങി, 6ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴാണ് അതിന് നോട്ടും ഇല്ല, ബുക്കും ഇല്ല, പ്രസൻറ്റേഷനും ഇല്ല, ഡൗൺലോഡും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആ പരീക്ഷയുടെ തലേദിവസമാണ് വിളിച്ചു പോയി, എടാ അതൊന്ന് അയച്ചു തന്നെ, ഇതൊന്ന് അയച്ചു തന്നെ, പിന്നെ അവിടെ വീട്ടിൽ പോകുന്നു, ഈ വീട്ടിൽ പോകുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുന്നു. ആ കംപ്ലീറ്റ് ആ മോഡ് അങ്ങ് തെറ്റും. ഇറ്റ് ജസ്റ്റ് പിന്നെ ആ ഓട്ടപ്പാച്ചിലൊക്കെയാണ് പിന്നെ പലരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. സോ make sure ki when you are getting ready for an exam, you have everything. ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും ഉണ്ടെന്ന് ഒരു നേരത്തെ തന്നെ അത് റെഡിയാക്കി വെക്കുക. ആൻഡ് ഇഫ് പോസിബിൾ നിങ്ങളുടെ സ്റ്റഡി റൂമിലോ ടേബിളിലോ ഒക്കെ അത് സബ്ജക്റ്റ് വൈസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം അത് മെൻ്റലി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരും, ദാറ്റ് ഐ ഹാവ് എവറിത്തിങ് ഐ നീഡ്. എനിക്ക് ആവശ്യമുള്ളത് എല്ലാം ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യെത്തും ദൂരത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ആണെങ്കിലും ബുക്കാണെങ്കിലും ഗൈഡ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിലും വാട്ട് എവർ യു നീഡ്, just make sure you have it. Number 2 is നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഇസ് ലൈക്ക് 4 കോമ്പണൻസ്: അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ഫോക്കസ് എന്നൊക്കെയുള്ള. സോ ആ ഒരു സെഗ്മെൻറ്റിൽ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്ലാഷ് കാർഡ്സ്, മൈൻഡ് മാപ്സ്, ആക്റ്റീവ് റീകോൾ, സ്പേസ് റീകോളിംഗ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. വെൻ യു ഹാവ് റിവിഷൻ ടൂൾസ് ആൻഡ് ടൈം ലൈൻ. ഇന്നത് പറയാനുള്ള സമയമില്ല, ബട്ട് ദീസ് ആർ തിങ്സ് യു ക്രിയേറ്റ്. ആദ്യം പറഞ്ഞത് നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, അതുപോലത്തെ പ്രിൻ്റ് ചെയ്യാവുന്ന വാങ്ങിക്കാവുന്ന കാര്യങ്ങൾ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർമാർ തന്നത്. രണ്ടാമത്തേത് നമ്മൾ ആ നോട്ട്സ് നോക്കി, അല്ലെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽസ് നോക്കി നമുക്ക് വേണ്ടി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ റിസോഴ്സസ്. സോ സം ഓഫ് ദം ആർ ഫ്ലാഷ് കാർഡ്. സോ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ, ഒരു A4 8ആയിട്ടൊക്കെ മുറിച്ചിട്ട് ഫ്രണ്ടിൽ ക്യാൻ റൈറ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഡെഫിനിഷനോ അല്ലെങ്കിൽ ഡയഗ്രാമിനോ ക്വസ്റ്റ്യൻ ഫ്രണ്ടിൽ എഴുതുന്നു, ബാക്കിൽ ആൻസർ എഴുതുന്നു. ദാറ്റ്സ് കോൾഡ് എ ഫ്ലാഷ് കാർഡ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഒരു 10, 20, 30 ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, സിമ്പിൾ 1 or 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി അതിന് സ്റ്റോക്ക് ചെയ്ത്. ഇപ്പോൾ ബയോളജിക്കാണെങ്കിൽ 10 ചാപ്റ്റർ ഉണ്ട്, 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അതാണ് ഈ ചെക്ക് ലിസ്റ്റ് നമ്പർ 2 വരുന്ന വിച്ച് ഇസ് റിവിഷൻ ടൂൾസ്. വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്സ് എന്ന് പറഞ്ഞാൽ യു കെൻ ജസ്റ്റ് അത് ഗൂഗിൾ റിസർച്ച് ചെയ്താൽ അറിയാം. ഒരു ടോപ്പിക്കിനെ സമ്മറൈസ് ചെയ്യണം. ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് 3 മെയിൻ ഘടകങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് സബ് പോയിന്റ്സ് ഉണ്ട്, അതിനകത്ത് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ, സോ ജസ്റ്റ് ഡ്രോ എവറിത്തിങ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ആൻഡ് ഓരോ ചാപ്റ്ററിനും ഓരോ ചെറിയ പീസ് ഓഫ് പേപ്പർ കംപ്ലീറ്റ് സമ്മറൈസ് ചെയ്യാൻ. സോ ഫ്ലാഷ് കാർഡ്സ് ഓർത്തിരിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള കോൺടെക്സ്റ്റിൽ, ആൻഡ് മൈൻഡ് മാപ്സ് ഇസ് ഫോർ സമ്മറൈസിങ്. ഇറ്റ്സ് ടു സീ ദ ബിഗ് പിക്ചർ. So unfortunately we don't have time for that, but that's really good tools. So number 2, നമ്മൾ തന്നെ നമ്മുടെ പഠനത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾസ്, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ്, whatever, അതും ക്രിയേറ്റ് ചെയ്യുക, അതും സെറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഹാവ് എ ഗുഡ് ടൈം ലൈൻ. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു റിവിഷൻ ടൈം ടേബിൾ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ അഗൈൻ ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ എക്സ്പ്ലെയിൻ ദാറ്റ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈം ടേബിളിനേക്കാളും ദർ ഇസ് സംതിങ് കോൾഡ് ആക്റ്റീവ് റീകോൾ ആൻഡ് സ്പേസ് റെപ്പറ്റീഷൻ. ഇഫ് യു കെൻ ഗൂഗിൾ ഇറ്റ്, യു കെൻ ഫൈൻഡ് സം റിസോഴ്സസ്. സ്പേസ് റെപ്പറ്റീഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് എ ടൈം ടേബിൾ, especially revision timetable. So that's checklist number 2. So first, get all the books and resources. Number 2, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സസ് സെറ്റ് ചെയ്യുക. Number 3, സ്റ്റേഷനറി, സ്നാക്സ്, whatever you need. പരീക്ഷയുടെ തലേദിവസം പേന വാങ്ങിക്കാനും പിന്നെ കോമ്പസ് വാങ്ങിക്കാനും ഉള്ള അതൊക്കെ അങ്ങ് ഒഴിവാക്കാമെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് us be in that mode. കാരണം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ സ്ട്രെസ് ആക്കും. ഫോർ എക്സാമ്പിൾ, പരീക്ഷയുടെ രാവിലെ ആയിരിക്കും ഓർക്കുന്നത് കോമ്പസ് ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇതില്ല, അല്ലെങ്കിൽ ആ HB പെൻസിലില്ല, അല്ലെ അതില്ല, അല്ലെ ബ്ലാക്ക് കളർ പെൻസിലില്ല, പെന്നില്ല. ഓൾ ദോസ് ചെറിയ കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് അങ്ങ് ടെൻഷനാക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്ത് നേരത്തെ തന്നെ മേക്ക് ഷുവർ യു ഹാവ് എവറിത്തിങ് റെഡി. സോ വെൻ യു ലുക്ക് അറ്റ് യുവർ ടേബിൾ, നിങ്ങൾ ടേബിളിലോട്ട് നോക്കുമ്പോൾ തന്നെ ഞാൻ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ഐ എം സൂപ്പർ പ്രിപ്പയർഡ്, ഐ എം റെഡി, ഐ എം ഫുള്ളി പ്രിപ്പയർഡ്. ഓക്കെ, സോ that's the first part that I want to talk about, getting organized. The second part is staying exam fit. Okay, so നിങ്ങൾക്ക് പരീക്ഷാ സീസണിൽ ഏതാ എഫക്റ്റ് ആകുന്നത്? ഉറക്കമാണോ എഫക്റ്റ് ആകുന്നത്, കഴിപ്പാണോ എഫക്റ്റ് ആകുന്നത്? Is it your sleep or is it your food? Does it get affected? Although if it doesn't get affected, that's fine.
That's fine. Sleep or food? എന്നെ സംബന്ധിച്ചോളം ഇറ്റ് വാസ് സ്ലീപ്പ്. ഐ സീ ലോട്ട് ഓഫ് യു സേയിങ് സ്ലീപ്പ്. ഉറക്കം വരത്തില്ല. അതായത് 10 മണിക്ക് കിടന്നാലും 11 മണിക്ക് കിടന്നാലും എല്ലാ അരമണിക്കൂറും എഴുന്നേക്കും. ആയോ ആയോ, പിന്നെ ഉറങ്ങും, പിന്നെ പിന്നെ ഒന്നും ആയിട്ടില്ല, പിന്നെ ഉറക്കും, പിന്നെ എഴുന്നേക്കും. സോ ഇറ്റ് ജസ്റ്റ് ഫീൽസ് യുവർ സ്ലീപ്പ് ഇസ് ഡിസ്റപ്റ്റഡ് കംപ്ലീറ്റ്ലി. സോ ഐ കൻ സി എ ലോട്ട് ഓഫ് ആൻസേഴ്സ് സേയിങ് മൈ സ്ലീപ്പ്. ഐ തിങ്ക് ഫുഡ് കുറച്ച് പേരേ ഉള്ളൂ, ബോത്ത് കുറച്ച് പേര് പറയുന്നുണ്ട്. ബട്ട് സ്ലീപ്പ് ഇസ് വാട്ട് എവ്രി വൺ സേസ്. സ്ലീപ്പ് ഇസ് എ മേജർ ഏരിയ of concern. So ഉറക്കം കൂടുതൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് മോർ ഓഫ് you lose sleep, right? You lose sleep. So to know these things, it's basic biology. നമ്മളെ ബ്രെയിൻ ഓവർ വർക്ക് ആകുന്ന ഒരു സമയമാണ് ശരിക്കും. എവറി ഇഞ്ച് ഓഫ് ഇറ്റ് ഈസ് വർക്കിംഗ്. നമ്മുടെ പഠിച്ച കാര്യങ്ങളും ഒരു വർഷത്തിൽ പഠിച്ച കാര്യങ്ങളും ഒരുമിച്ച് ഒരാഴ്ചയും കൊണ്ട് ശരിക്കും കംപ്രസ് ചെയ്ത് ഒത്തിരി നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. ആൻഡ് ഓബ്വിയസ്ലി അത്രയും ഹെവി ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് നീഡ്സ് ഫുഡ്, oxygen and nutrients and everything, and it needs rest. അപ്പം നമുക്ക് ഈ പലപ്പോഴും എക്സാം സമയത്ത് ഉറക്കം വരാത്തതും ഫുഡ് കഴിക്കാൻ പറ്റാത്തതും അല്ലെ ഭയങ്കര പ്രശ്നങ്ങൾ വരാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദറ്റ് സെയിം തിങ്, നമ്മളുടെ സ്ട്രെസ്സേഴ്സ്. So our body has a little bit of biology, autonomic nervous system, the parasympathetic, sympathetic, രണ്ട് type of part of system ഉണ്ട്. So one part is based on നമ്മുടെ normal functioning-നെ control ചെയ്യുന്നതാണ്, and one part is based on fighting സ്ട്രെസ്സേഴ്സ്, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഡേഞ്ചേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നോർമൽ ഫങ്ഷനിങ് അഫക്റ്റ് ആവും. പിന്നെ മൊത്തം ആ ഫൈറ്റിംഗ് മോഡിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബ്രീതിങ് ഹെവി ആകുന്ന, ഹാർട്ട് ബീറ്റ് കൂടുന്നത്, പിന്നെ കൈയും കാലും ഒക്കെ അങ്ങ് സ്റ്റിഫ് ആകുന്നത്, പിന്നെ ഡയഫ്രം ആൻഡ് ഓൾ കീപ്സ് മൂവിങ് ആൻഡ് ദ സ്കിന്നിലോട്ടുള്ള ബ്ലഡ് വെസൽസ് അങ്ങ് ഡയലേറ്റ് ആവും, എക്സ്പാൻഡ് ആവും. ആൻഡ് ദെൻ ആ ഒരു ഫൈറ്റ് മോഡിലാണ്, എപ്പോഴും ആ സ്ട്രെസ്ഡ് മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം മറ്റെല്ലാം, സ്ലീപ്പാണെങ്കിലും നമ്മുടെ കഴിപ്പാണെങ്കിലും നമ്മുടെ മെമ്മറി ആണെങ്കിലും എല്ലാം എഫക്റ്റ് ആവും. സോ ആ ഒരു സ്ട്രെസ് മോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ, ഒരു എക്സാം സീസൺ 30 ദിവസം ആ സ്ട്രെസ് മോഡ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ ഗെറ്റ്സ് അബ്സല്യൂട്ട്ലി ടയർഡ്, റൈറ്റ്? ആൻഡ് ദെയർഫോർ ഇഫ് വി ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, റിമെമ്പറിങ്, ഫോക്കസിങ്, ആ 3 കാര്യങ്ങൾ നല്ലപോലെ നടന്നാൽ, അതിനുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്താൽ you will be able to eat and sleep and do a bit of exercise as well. So take time to notice how much you sleep. ഈ ഒരു സമയത്ത് ഉറക്കം കളഞ്ഞുള്ള പഠിച്ചിട്ട് it doesn't really help. It just affects your ബോഡി. ആൻഡ് ദെൻ ഈ പരീക്ഷയ്ക്ക് അത് വർക്കൗട്ട് ആയാൽ പിന്നെ അതൊരു ആയുഷ്കാലം എഴുതുന്ന പരീക്ഷയ്ക്ക് ഇതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യും. And that just affects our performance and affects our bodies as well. So അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, don't wait for the last moment. ലാസ്റ്റ് മോമെൻറ്റ് പഠിച്ചാലേ ഓർക്കത്തുള്ളൂ എന്നുള്ളത്, that's a very very wrong way of looking at exams, right? So that's something that you can. So stay refreshed, drink water, sleep well, and prepare early. Don't wait for last minute. Okay, so that being said, let me come to the last part. This I think is the most important aspect of today. Of course, the how to overcome fear is another important aspect, but this one I feel is going to be very very useful. Okay, so the next 7 things I'm going to talk about is on the day of the exam. നിങ്ങൾ എക്സാം എഴുതുന്ന ദിവസത്തെ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് അടുത്ത 7 things that I'm going to talk about. Alright, so let's get started. So എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ? Are you all here? Yeah, are you all here? മടുത്തോ, ഉറങ്ങിയോ, താഴെ പോയോ? ഇല്ലല്ലോ? Okay, so good. Give me a thumbs up, thumbs up or ഒരു hi or something. നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാനൊന്ന് അറിഞ്ഞോട്ടെ. Okay, എല്ലാവരും ഉണ്ടല്ലോ? Okay, all here, all good. Okay. ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ് ആരും ഉറങ്ങിപ്പോയില്ലോ അല്ലേ? Okay, good. Fine. Thank you. So let's get to the 7 important tips. Exam day tips. Exam എഴുതുന്ന ദിവസത്തെ 7 important aspects. Okay, so let's get number one is watch your mind. നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആ പരീക്ഷ ഹാളിൽ 10 മണിക്കാണ് എക്സാം കയറുന്നെങ്കിൽ 9:59 കയറുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് വരെ ബുക്കിനകത്ത് ഇങ്ങനെ പുതിയ എന്തെങ്കിലും പഠിക്കണം ഇങ്ങനെ. എന്നിട്ട് 4 പേരോട് ചോദിക്കണം, പഠിച്ചോ, അത് പഠിച്ചോ, ഇത് പഠിച്ചോ, അത് പഠിച്ചോ, ഇതിങ്ങനെ ചോദിച്ചു ആ ഒരു മോഡിലാണ് പരീക്ഷ ഹാളിലോട്ട് കയറുന്നത്. അപ്പം അന്നേരം ആയിരിക്കും ഒരുത്തും പറയുന്നത്, എടാ ഈ ചാപ്റ്റർ 7 ആ ലാസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഉറപ്പായിട്ട് വരുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത സാധനമാണ്.
അപ്പോൾ അത് 4 പേര് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ പരീക്ഷാ ഹാളിൽ കയറുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് വരെയും ഹെവി ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ് അങ്ങോട്ട് കയറുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് സംതിങ് വി ക്യാൻ അവോയ്ഡ്. ആ ലാസ്റ്റ് മിനിറ്റ് ഓടിച്ച് നോക്കുന്നതൊക്കെ, ഐ മീൻ സംടൈംസ് ഇറ്റ് കംസ്, ബട്ട് ദെൻ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് വർത്ത് ദി എഫേർട്ട്. കാരണം ആ സമയത്തുണ്ടാകുന്ന ആ സ്ട്രെസ് നമ്മുടെ ശരിക്കും പഠിച്ച പല കാര്യങ്ങളെയും മറക്കാനിടയാക്കും. So what I would suggest, this is my suggestion, you can take it or you can't, you can leave it, at least 15 minutes before the exam starts. You can close your book, you can probably എല്ലാവരും അങ്ങനെ കിടന്ന് പഠിക്കുന്ന സമയമാണെങ്കിൽ you can close your book, you can probably go to a different corner, ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന് അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ശാന്തമായിട്ട് നിന്ന് you can just thank God for the opportunity. കഴിഞ്ഞ ഒരു മാസമായിട്ടോ അല്ലെങ്കിൽ 6 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 3 ആഴ്ചയായിട്ടോ സ്റ്റഡി ലീവിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് എഴുതുവാണ്, കഴിഞ്ഞ 17 വർഷമായിട്ട് അതിനകത്ത് 13-14 വർഷമായിട്ട് പഠിച്ചതിൻ്റെ ഒരു ലാസ്റ്റ് എക്സാമാണ്. ജസ്റ്റ് റിലാക്സ്, താങ്ക് ഗോഡ്, മേ ബി സിങ് എ സോങ്, മനസ്സിലൊരു പാട്ടൊക്കെ പാടി ജസ്റ്റ് റിലാക്സ്. കാരണം ആ റിലാക്സ് മൈൻഡിൽ പോയില്ലെങ്കിൽ മെമ്മറി എഫക്റ്റ് ആവും. യു ഗെറ്റ് സ്ട്രെസ്ഡ് ഇൻ ദ ലാസ്റ്റ് 15 മിനിറ്റ്സ്. അങ്ങോട്ട് കയറുന്ന ആ സ്ട്രെസ്സിൽ അവിടെ പോയി ഇരിക്കുന്നെങ്കിൽ അത് നമ്മളെ പഠിച്ചതും കൂടെ നമ്മൾ മറന്നു. സോ just relax. What is going through your mind? നമ്മൾ പറഞ്ഞ പോലെ ആ പരീക്ഷയ്ക്ക് എന്തായിരിക്കും വരുന്നത്, ഇത് മിക്കവാറും വരും, ഞാനത് പഠിച്ചില്ല, ഉറപ്പായിട്ടും അത് വരും. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ആവലാതിപ്പെട്ട് ആങ്സൈറ്റി അടിച്ച് അങ്ങോട്ട് കയറുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് അറിയാവുന്നതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ കൺട്രോൾ ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ വാട്ട്സ് യുവർ മൈൻഡ്, what is happening in your mind? Just be relaxed. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല, ദർസ് നോ പോയിന്റ് വറിയിങ് അബൌട്ട് ഇറ്റ്, ദാറ്റ്സ് ഫൈൻ. ചില ചാപ്റ്റേഴ്സ് നമ്മൾ സ്കിപ്പായി കാണും, പഠിക്കാൻ സമയം കിട്ടില്ല, ദാറ്റ്സ് നോട്ട് ഇൻ ആ കൺട്രോൾ നൗ. കയ്യിൽ കൺട്രോൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, ദാറ്റ്സ് ഫൈൻ. ഇപ്പോൾ കൺട്രോൾ ഉള്ളത് ഹൗ ഐ അപ്രോച്ച് ദിസ്, ഹൗ ഐ യൂസ് മൈ ടൈം. ആ 3 മണിക്കൂർ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, ഹൗ ഐ സിറ്റ്, ഹൗ ഐ അപ്രോച്ച് ഇറ്റ്, ഹൗ കോൺഫിഡൻറ്റ് ഐ ആം. ഇതെല്ലാം നമ്മുടെ കൺട്രോൾ ഉള്ളത്. ജസ്റ്റ് റിലാക്സ്, സബ്മിറ്റ് ഇറ്റ് ടു ഗോഡ്, പ്രേ, റിലാക്സ്. സോ അറ്റ്ലീസ്റ്റ് 15 minutes before you start, just be relaxed. ഒരു സിംഗ് എ സോങ്, ജസ്റ്റ് സിംഗ് എ സോങ്, മനസ്സിലൊരു പാട്ടൊക്കെ പാടുക, ആൻഡ് ജസ്റ്റ് വാക്ക്, ജസ്റ്റ് ബ്രീത് വെൽ, ഗെറ്റ് യുവർ ബ്രെയിൻ റിലാക്സ്ഡ്. ആൻഡ് റിലാക്സ് ആകുമ്പോൾ ഓർക്കും, സ്ട്രെസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മറക്കും. That's just normal how brain functions. Okay, that's number 1. Watch your mind as you walk into the exam hall. That's number 1. Number two, this is very important. Make a good game plan. Game plan എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഫസ്റ്റ് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതുമല്ല. At least 2 minutes, 3 minutes, just observe the questions. ചിലപ്പോൾ 5 സെക്ഷനായിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ലെറ്റ്സ് സേ 10 മണിക്ക് കൊടുക്കുന്ന എക്സാം 1 മണി വരെയാണെന്ന് വെച്ചാൽ 10 to 1, 3 മണിക്കൂറുണ്ട്, 180 minutes ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിങ്ങൾക്ക് അത് എഴുതാൻ അനുവാദം ഉണ്ടെങ്കിൽ ഓരോ സെക്ഷനും എത്ര മണിക്കുള്ളിൽ തീർക്കണം എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് 10 മാർക്കിൻ്റെ 1 മാർക്ക്, ഓക്കെ, 10 ഫൈന് തുടങ്ങിയെന്ന് വെച്ചു, 10 അല്ലെ 10-15, അതിൻ്റെ സൈഡിൽ 10-15 എഴുതുക. അടുത്തതിൻ്റെ ഇതൊരു 20 മാർക്കിൻ്റെ ആണ്, ഇച്ചിരി സമയം എടുക്കും, ഓക്കെ, ഒരു 10:45. ഓക്കെ, അടുത്ത സെക്ഷൻ, 3ാം സെക്ഷൻ ഇത് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, ഡയഗ്രാം വരയ്ക്കണം, ഓക്കെ, മേ ബി ഒരു 11:20. അടുത്തത് എഴുതാൻ ഒരു 12 o'clock, ലാസ്റ്റ് സെക്ഷൻ 12:45. 15 മിനിറ്റ് സമയം ഇട്ട് വേണം എങ്ങനെയാണെങ്കിലും തീർക്കാൻ. സോ ആൻഡ് ദാറ്റ് ഈസ് നമ്പർ 1. മേക്ക് എ ടൈം പ്ലാൻ ഫോർ ഈച്ച് സെക്ഷൻ. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ഓടിച്ചൊന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഓടിച്ച് നോക്കുന്നതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, എന്തായാലും അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഒരു പിടിയില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ പിടിയില്ലാത്ത ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് നമുക്ക് ആദ്യമേ മനസ്സിലാവും. ഇപ്പം നമുക്ക് അറിയാവുന്നത് വെച്ച് അങ്ങോട്ട് തുടങ്ങിയിട്ട് അറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വന്ന് 11ാമത്തെ ക്വസ്റ്റ്യൻ അറിയാത്തതാണെങ്കിൽ അയ്യോ, അപ്പോഴത്തേക്ക് പേന താഴെ വെക്കുന്നു, മേലോട്ട് നോക്കുന്നു, സൈഡിലോട്ട് നോക്കുന്നു, പുറകോട്ട് നോക്കുന്നു, ടീച്ചറെ നോക്കുന്നു, തലേ കൈ വെക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, നഹം കടിക്കുന്നു. കാരണം നമ്മൾ ഇത് പ്രതീക്ഷിച്ചില്ല. 10 ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് എഴുതി വന്നിട്ട് 11ാമത്തെ ആയപ്പോഴത്തേക്ക് ഔട്ടായിപ്പോയി. സോ ആദ്യമേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പോൾ ഇത് ഇച്ചിരി പ്രശ്നമാണ്, ഇത് ഇച്ചിരി പ്രശ്നമാണ്. നമുക്കറിയാം ഒരു 5-6 പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നേരത്തെ അറിയാം. വി ആർ നോട്ട് സർപ്രൈസ്ഡ് അത് വരുമ്പോൾ. പക്ഷേ വി ഓൾസോ നോ ഇതെൻ്റെ കൺട്രോളല്ല. അഗൈൻ ദാറ്റ് സെയിം പ്രിൻസിപ്പിൾ, വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ. ഇതെൻ്റെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ പഠിക്കാൻ വിട്ടുപോയതാണ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ കൺട്രോളുള്ള ബാക്കിയുണ്ടല്ലോ, I can approach that, I can start with that. So a game plan really helps. എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സർവേയും എത്ര സമയം വേണമെന്നുള്ളൊരു എസ്റ്റിമേറ്റും സൈഡിൽ എഴുതുന്നത്, ഇറ്റ് ഹെൽപ്സ് യു മേക്ക് എ ഗുഡ് പ്ലാൻ. ഓക്കെ, സോ ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് എൻട്രൻസ് ആണെങ്കിലും ഈവൻ നോർമൽ എക്സാംസ് ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും മേക്ക് എ ഗെയിം പ്ലാൻ.
ആദ്യമേ ഒന്ന് വായിച്ചു ഒന്ന് റെഡിയാ. ഓക്കെ, നമ്പർ ത്രീ അഗൈൻ ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. തിങ്ക് ലൈക്ക് ആൻ എക്സാമിനർ. നിങ്ങളൊരു ബോർഡ് എക്സാം സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ഒരു ദിവസം ഒരു എക്സാമിനർ ഏകദേശം ഒരു എക്സാം ഇവാലുവേഷൻ ക്യാമ്പിൽ ഒരാൾ 100-150 പേപ്പേഴ്സ് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കണം. ഒരേ ക്വസ്റ്റ്യൻ 150 സ്റ്റുഡൻസിൻ്റെ പിന്നെയും കറക്റ്റ് ചെയ്യുക. അപ്പം അവരിത് നിങ്ങളുടെ പേപ്പർ 100-ാമത്തെയോ 120-ാമത്തെയോ ഒക്കെ ആണെങ്കിൽ അവർ മടുത്തു, അവർക്ക് വീട്ടിൽ പോയാൽ മതി. ആ ലെവലിലാണ് അവർ കറക്റ്റ് ചെയ്യുന്നത്. ദേ വാണ്ട് ടു ജസ്റ്റ് ഗോ ഹോം. ആൻഡ് ദാറ്റ് ഈസ് വെൻ നിങ്ങളുടെ പേപ്പർ ഇട്ട് നിങ്ങൾ അവിടെ കഥ എഴുതുന്നു. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യന് ഒരു പേജ് മൊത്തം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എക്സാമിനർ ഇസ് അപ്സെറ്റ് ബിക്കോസ് ദേ വർ ലുക്കിംഗ് ഫോർ 1 or 2 തിങ്സ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇത് ആൻഡ് അത്. 2 കാര്യം ഡിഫറൻഷിയേറ്റ്. എന്തോ ചോദിക്കുന്നത്, ഇതും അതും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എഴുതുന്നത്. അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കഥകൾ മൊത്തം എഴുതാനല്ല ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സിമിലർലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യും. 1-2 എക്സാമ്പിൾ കൊടുക്കുക. സ്റ്റേറ്റ്, ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതുക. സോ എന്തുവാണോ എക്സാമിനർ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദി എക്സാമിനർ എക്സ്പെക്ടിങ്, നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാം കൂടി എഴുതാനല്ല എക്സാം പേപ്പർ. വാട്ട് ഈസ് ദി എക്സാമിനർ ആസ്കിങ്, ആ ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ വായിക്കുന്നത് സോ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ടു തിങ്ക്, ഇത് എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ആൻസർ കീ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ദേ ആർ എക്സ്പെക്ടിങ്. ഓക്കെ, സോ തിങ്ക് ലൈക്ക് എൻ എക്സാമിനർ. അവിടെ കുറേ പൂ വെച്ച് കളർ ചെയ്തിട്ടും പല കളറിലുകൊണ്ടൊക്കെ എഴുതിയിട്ടും ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്തിട്ട് അവസാനം എക്സാമിനർ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ എഴുതിയില്ലെങ്കിൽ ദാറ്റ്സ് ഓൾ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ജസ്റ്റ് എഫേർട്ട്. സോ വാട്ട് ഈസ് ദി എക്സാമിനർ തിങ്കിങ്, കീപ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അവർ എന്തായിരിക്കും ചിന്തിക്കുന്നത്, എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എത്ര മാർക്കിൻ്റെ, എത്ര പോയിന്റ്സ് എഴുതണം. Think like that, write it, it really helps. And also similarly, number 4 is to use shorter sentences, especially explain ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരുമ്പം ഷോർട്ട് സെൻറ്റൻസസ് ഉപയോഗിക്കുക. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഗുണങ്ങൾ. ഒന്ന്, നമ്മൾ തെറ്റുകൾ കുറച്ചേ വരുത്തത്തുള്ളൂ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന വലിയൊരു എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ആൻഡും ബട്ടും ദെയർ ഫോറും സോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ വലിയ സെൻറ്റൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് ദർ വിൽ ബി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, ദിസ് മിസ്റ്റേക്ക്, ദാറ്റ്സ് മിസ്റ്റേക്ക്. ബട്ട് ഇഫ് യു യൂസ് ഷോർട്ട് സെൻറ്റൻസസ് മിസ്റ്റേക്സ് കുറയും. നമ്പർ 2, ഇത് വായിക്കുന്ന എക്സാമിനർ, ഞാൻ പറഞ്ഞ പോലെ 100-120 പേപ്പറാണ് ഒരു ദിവസം അവർ കറക്റ്റ് ചെയ്യുന്നത്. When they read it, since it's short sentences, our brain also can process it faster. Short sentences. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇറ്റ് ഹെൽപ്സ് യു in impressing them, and they exactly know നമ്മൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്. It helps you in that. So use short sentences. That really helps in exams. Number five. Make outlines for essays. This is a very important skill. Let me just show you what I mean. Okay, so let's say നിങ്ങൾക്കൊരു 10 മാർക്കിൻ്റെ ഒരു ആൻസർ എഴുതണം, വലിയ ലോങ് ആൻസർ. സോ ലെറ്റ്സ് സേ ഹിസ്റ്ററിയുടെ എക്സാം ആണ്. വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോളിസീസ് in capturing India by the British Empire, something like that. വലിയ കഥ എഴുതണം, ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. 10 മാർക്കിൻ്റെ ആണ്, ഏകദേശം ഒരു 1-2 പേജ് എഴുതണമെന്ന് വെച്ചു. സോ ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ്, ഒന്നെങ്കിൽ ബാക്കിലോ റഫ് പേപ്പറിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിലോ ജസ്റ്റ് മേക്ക് എ സ്മോൾ ഔട്ട്ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് a question, let's say this is question 3. So just think of, okay, introduction. This is what I'll write in introduction. This is point 1. This is point 2. This is point 3, main point 3, and this is conclusion. This is conclusion. Okay, so നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാൻ, ആൻസർ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ എസ്സേക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി. അപ്പം ഇത് ബാക്കിൽ എവിടെയെങ്കിലും ഈ point 2, point 3 ഒക്കെ നിങ്ങൾ ഫിൽ ചെയ്യണം. ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഈ point 2 സബ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്യുക. ഇതിന് മൈൻഡ് മാപ്പ് എന്ന് പറയും. ഓക്കെ, സോ യു ക്യാൻ ക്രിയേറ്റ് എ സ്മോൾ മൈൻഡ് മാപ്പ്, എക്സാമ്പിൾ ആയിട്ട് ഇത് കൊടുക്കാം. സോ ദിസ് വിൽ ടേക്ക് പ്രോബ്ലി 1 minute or 30 seconds എഴുതാനും ഇത് ഇങ്ങനെ ചെയ്യാൻ ഒരു 30 seconds എടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി അങ്ങോട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാം അടുത്ത ഇതാ എഴുതണ്ടേ. എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ പുറകിലത്തെ അത് നോക്കിയാൽ മതി, നമ്മൾ ഔട്ട്ലൈൻ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇത് എഴുതാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി തുടങ്ങും, ഇൻട്രൊഡക്ഷൻ എഴുതും, ഫസ്റ്റ് പോയിന്റ് എഴുതിയിട്ട് നമ്മൾ അന്നേരം ചിന്തിക്കുന്നത് സെക്കൻഡ് പോയിന്റ് എഴുതും. പിന്നെ പേന താഴെ വെക്കുന്നു, ചിന്തിക്കുന്നു, ആലോചിക്കുന്നു. അപ്പോഴാണ് ഇത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാൻ നല്ലതായിരുന്നു, ഇപ്പം എന്ത് കൊടുക്കാൻ, എന്നാൽ പിന്നെ എഴുതാം, സെക്കൻഡ് പോയിന്റ് എഴുതാം, അത് എഴുതി പിന്നെ ആലോചിക്കുന്ന ഒരു തേർഡ് പോയിന്റ്. കാരണം ചിന്തിക്കുന്നില്ല, നമ്മളങ്ങ് എഴുതി തുടങ്ങുക. സോ പോസ് ടു മേക്ക് എൻ ഔട്ട്ലൈൻ. അത് റെഡി ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് യു. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി. ജസ്റ്റ്
ആ ഒരു ഔട്ട്ലൈൻ വെച്ച് അതങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ മേക്ക് എൻ ഔട്ട്ലൈൻ ഫോർ എസ്സേസ് ദാറ്റ് റിയലി ഹെൽപ്സ് ഇൻ organizing your thoughts. Number 6, take time to cross check. അതായത് ആ ലാസ്റ്റ് 15 minutes ഞാൻ പറഞ്ഞത്, either you can use it there or section by section ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പറും ആ OMRും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പലർക്കും ആ ബ്ലണ്ടർ പറ്റിയിട്ടുണ്ട്. ഒരു 15 എന്നുള്ളത് 16 കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ആൻസർ തെറ്റും. സോ ഓരോ 10 ക്വസ്റ്റ്യൻ കഴിയുമ്പം ഒരു എൻട്രൻസ് എക്സാം OMR ആണെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ക്രോസ് ചെക്ക്. ഡിജിറ്റലായിട്ടുള്ള എക്സാം ആണ്, അത് കുഴപ്പമില്ല. ബട്ട് ഈവൻ ആൻഡ് റിട്ടൺ ആയിട്ടുള്ള എക്സാംസ് ആണെങ്കിൽ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ ജസ്റ്റ് ടേക്ക് 1 minute. ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തോ, ഇതൊക്കെ തന്നെയാണോ, ചോദിച്ചേക്കാണോ എഴുതി, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ, മാത്സ് എസ്പെഷ്യലി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഒരു മിനിറ്റ്, 1-2 മിനിറ്റ് ഒന്ന് ഓടിച്ചിട്ട് അടുത്തേലോട്ട് പോകുക. അല്ലെങ്കിൽ ലാസ്റ്റ് 15 minutes ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പോകും. പക്ഷെ അപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവും, പിന്നെ ഒത്തിരി ഓവർലോഡ് ആവും, നമ്മൾ പിന്നെ അങ്ങ് ടെൻസ്ഡ് ആവും. സോ ഐ വുഡ് സജസ്റ്റ് സെക്ഷൻ ബൈ സെക്ഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ്സ് എൻ എൻട്രൻസ് എക്സാം, എവറി 10 questions ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ് യു ആർ വെരി ഷുവർ നമ്മൾ ഉദ്ദേശിച്ച് തന്നെയാണ് ആൻസർ പേപ്പറിൽ വന്നേക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഡു നോട്ട് പാനിക്. ഈ പരീക്ഷയുടെ ഹാളിൽ ഇരുന്ന് പാനിക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്താൽ, ആങ്ഷ്യസ് ആയാൽ, ഞാൻ പറഞ്ഞ പോലെ വൺസ് ദ ബോഡി ഫീൽ സ്ട്രെസ്, ആ ഒരു സ്ട്രെസ്സിങ് ഏജൻറ്റ് നമുക്ക് ഒരു ഫിയർ സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ എവ്രി അതർ തിങ്, ബ്രീതിങ് തൊട്ട് ഡൈജഷൻ തൊട്ട് മെമ്മറി തൊട്ട് നോർമൽ ഫങ്ഷനിങ് എഫക്റ്റ് ആവും. പിന്നെ നമുക്ക് അറിയാവുന്ന ആൻസർ പോലും എഴുതാൻ പറ്റില്ല. സോ അഗൈൻ കീപ് ആസ്കിങ് യുവർ സെൽഫ്, ഇസ് ദിസ് ഇൻ മൈ കൺട്രോൾ? ഈ പരീക്ഷ ഹാളിൽ ഇപ്പോൾ ഇരുന്നിട്ട് ഞാൻ പഠിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്തോ നേടാൻ? ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. What is in my control is these few questions. Let me write that absolutely well. അത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 20 മിനിറ്റ് ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ ടെൻഷൻ അടിക്കാം, അല്ലെ അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് യു റൈറ്റ് വാട്ട് എവർ യു നോ ഇൻ ദ ബെസ്റ്റ് വേ പോസിബിൾ. Okay, so that really helps. I'll give you an example. I was preparing for GATE എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, MTech അഡ്മിഷന് വേണ്ടി. സോ I ഒരു വർഷത്തെ കോച്ചിങ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുമായിരുന്നു. ആൻഡ് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 4 വർഷത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സമ്മറിയാണ്. സോ ഇറ്റ്സ് എ വെരി ഇലാബറേറ്റ് എക്സാം. ആ 100 മാർക്കിന് ഞാൻ ക്വസ്റ്റ്യൻ വെരി ടഫ് എക്സാം, ആ വർഷം ഭയങ്കര ടഫായിരുന്നു. അപ്പം 100 മാർക്കിനകത്ത് 50 മാർക്ക് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, 100ൽ 50 ഞാൻ എഴുതിയുള്ളൂ. ആൻഡ് 50ൽ എനിക്ക് 43 മാർക്ക് കിട്ടി, അതായത് 100ൽ എനിക്ക് 43 മാർക്ക് കിട്ടി. ബട്ട് ദെൻ അത്രയും കട്ടി പേപ്പർ ആയിരുന്നുകൊണ്ട് ആ 43 മാർക്ക് ഓൾ ഇന്ത്യ അത് 700 റാങ്കായിരുന്നു, 720, 730 ഓൾ ഇന്ത്യയിൽ. സോ അപ്പം ഞാൻ ബാക്കിയുള്ള എനിക്ക് അറിയാൻ വയ്യാത്ത 50 ക്വസ്റ്റ്യൻസിനെ ഓർത്തിരുന്ന് ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ ഈ 43 പോയേനെ, ഈ 43 പ്രശ്നമായേനെ. സോ ഇറ്റ്സ് അബൌട്ട് ആക്ച്വലി പ്രയോറിറ്റൈസിങ്. എനിക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കണോ, അതോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിക്ക് എഴുതണോ? That is the choice you have to make in the exam hall. Okay, so 7 practical things. So let me just repeat that. Number 1, watch your mind as you walk into the exam hall. In exam hall kerumbol, what is going in your mind? Is it calm? Make sure it is calm. As a Christian, we have God's presence with us everywhere, and you can pray, you can sing, you can calm yourself at least 10 to 15 minutes. Just don't allow any other new stress to come. Padichilla okay ini pon cheyan pattilla, that's fine. What is in my control, I will work on that. Number 1, watch your mind, go into that exam hall positively. Things that are not in your control, forget about it, don't worry about it. Number 2, make a game plan. Endo cheyan ponu time oru outline, and also look at the questions. Namukku ariyan pattum edana നമ്മുടെ കയ്യിലുള്ളത്, what can I write well and how much time I can allot for each section. That's number 2. Think like an examiner. Examiner എന്താണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം വായിക്കുക, അത് ആവശ്യമുള്ളത് മാത്രം എഴുതുക. കറക്റ്റ് ചെയ്യുന്ന ആളെ കൂടെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് എഴുതുക. ഡോണ്ട് റൈറ്റ് എവറിത്തിങ് യു നോ, റൈറ്റ് വാട്ട് ഈസ് ബീങ് ആസ്ക്ഡ്. നമ്പർ 4, യൂസ് ഷോർട്ടർ സെൻറ്റൻസസ്. നമുക്ക് തെറ്റുകൾ കുറച്ചും വായിക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ എളുപ്പവും ആയിരിക്കും. നമ്പർ 5, എസ്സേ ക്വസ്റ്റ്യൻസ്. വലിയ ലോങ് ക്വസ്റ്റ്യൻസിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി സമയം ലാഭിക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ ആ തോട്ട് പ്രോസസ്സ് ഒന്ന് ഒരു ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്ന ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഓരോ പാരഗ്രാഫായിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഈസിലി വി ക്യാൻ ഫിനിഷ് ദാറ്റ്. നമ്പർ 6,
take time to cross check, section by section cross check ചെയ്യുക, അല്ലെങ്കിൽ fully cross check ചെയ്യുക. Number 7, do not panic. And yeah, that's it. So coming back to you, which one of these 7 is something that you want to start implementing? Can you just put that in the chat? Just put the number. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ in an exam hall, which one would you like to work on? Okay, outline for essays. Number 3, watch your mind, think like an examiner, make a game plan. I think, yeah, all of them are, some of you saying all of them. That's fine. 157, shorter sentences. Yeah, so some of them നിങ്ങൾ ചിലതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. That's great. But try these things. Can you show tip number 6? 6 is about take time to cross check. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ സെക്ഷൻ ബൈ സെക്ഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് 15 minutes അതിനു വേണ്ടി നോക്കുക. Okay, so that's what I meant by number 6. Number 7, do not panic. All right. So let's close this. We have come to the end. Thank you for staying on till the end. Exam is a time where stress ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. In a good sense, that is good. പക്ഷേ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ ജഡ്ജ്മെൻറ്റ്. ഒരു വലിയൊരു നമ്മളുടെ ഒരു ഇവാലുവേഷൻ, ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യായവിധി, ആ ഒരു ഡേ ഡൂംസ് ഡേ അങ്ങനെയൊന്നും അതിനെ കാണാതെ ജസ്റ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് യുവർ സെൽഫ്, ജസ്റ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടെസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സാം മാറ്റിവെക്കുക എന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ, ജസ്റ്റ് എ ടൈം ടു ടെസ്റ്റ് യുവർ സെൽഫ്, സീ ഇഫ് ഉള്ളതാണോ. നമ്മൾ കഷ്ടപ്പെടല്ലേ കുറച്ച്, നമുക്ക് നോക്കാം. ലെറ്റ് മീ പ്രൂവ് മൈ സെൽഫ്. ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ള 4 പേര് അറിയട്ടെ എന്നുള്ളൊരു ഒരു അറിയാനുള്ളൊരു ദിവസമാണ്. സോ ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്. ഡോണ്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ മാർക്ക് കുറഞ്ഞാലും, ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ പഴയ ആൻസർ പേപ്പർ തോൽവികൾ, അതൊക്കെ നല്ലൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഇനി ഇത് മിസ്റ്റേക്ക് വരുത്താതിരിക്കും. പഠനം കിടക്കുന്നേ ഉള്ളൂ. ഇനിയും ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. സോ കഴിഞ്ഞ കാലത്തെ മാത്സിൻ്റെ പേപ്പർ കുറഞ്ഞതും വഴക്ക് പറഞ്ഞതും ടീച്ചർ നാണം കെടുത്തിയതും ക്ലാസ്സിനെ എഴുന്നേപ്പിച്ച് നിർത്തും വിട്ടുകാരെ PTA മീറ്റിങ്ങിന് വിളിച്ചും, ജസ്റ്റ് ദാറ്റ്സ് ഓക്കെ. ദോസ് ആർ ഓൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ലുക്ക് അറ്റ് എക്സാംസ് ആസ് എ ടൈം ടു പ്രൂവ് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്നൊന്ന് അന്ന് അറിയാനുള്ള ദിവസമായിട്ട് കാണുക. അതൊരു ജഡ്ജ്മെൻറ്റ് ഡേ ആയിട്ട് കാണാതിരിക്കുക. ആൻഡ് ആസ് വി സെഡ് ഇൻ ദ സ്റ്റാർട്ട്, it's an opportunity to glorify God. Why should a Christian student do well? Because everything I do glorifies God. അത് മാർക്ക് കൂടുതൽ കിട്ടുന്നോ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നോ ഒന്നും മാത്രമല്ല. ഇസ് ദാറ്റ് ഐ മേക്ക് എ ഫുൾ എഫേർട്ട്. എൻ്റെ കഴിവിൻ്റെ ഫുൾ ഉപയോഗിച്ച്, സമയത്തിൻ്റെ ഫുൾ ഉപയോഗിച്ച്, റിസോഴ്സസിൻ്റെ ഫുൾ ഉപയോഗിച്ച്, കോൺസെൻട്രേഷൻ്റെ ഫുൾ ഉപയോഗിച്ച് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ബിക്കോസ് ഞാൻ പഠിക്കുന്നതും എൻ്റെ പഠനവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. ആ ഒരു മൈൻഡ് സെറ്റോടെ പോവുക. ആൻഡ് വാട്ട് ഈസ് ഇൻ യുവർ കൺട്രോൾ, work on them, think about them. That really helps. Okay, so I want you to think about what is it that you learned today. നിങ്ങളുടെ ഇന്ന് പഠിച്ചതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ചാറ്റിൽ ഇടുക. I would like to read them. And that is it from me. Back to you, Salija. Back to you. Questions ഉണ്ടെങ്കിൽ ചോദിക്കാം. And I'll just put your answers to me, Davis Abraham. I'll just put my number if you'd like to. ഈ പറഞ്ഞ ആദ്യത്തെ 4 understand, remember, focus, excel, ഇതിൻ്റെ എല്ലാം we have a recorded ഒരു കോഴ്സ് ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. So if you'd like to get in touch with me, you can I'll send you my email ID and you can send that to me and I'll help you get that, or you can send message to WhatsApp to this number. Okay, so that's a paid course. If you'd like to pay for that and get it, you can. ഞങ്ങളുടെ company ഉണ്ടാക്കിയ ഒരു കോഴ്സാണ്. If you'd like to get that, that's up to you. But thank you so much for the opportunity. Salija, back to you. Thank you.